لن تنالوا البر حتى تنفقوا مما تحبون وما تنفقوا من شيء فإن الله به عليم. ഏറെ പ്രിയപ്പെട്ടവയിൽ നിന്ന് ചെലവഴിക്കാതെ നിങ്ങൾക്ക് പുണ്യം നേടാനാവില്ല. നിങ്ങൾ ചെലവഴിക്കുന്നതെന്തും നന്നായി അറിയുന്നവനാണ് അല്ലാഹു. كل الطعام كان حلا لبني إسرائيل إلا ما حرم إسرائيل على نفسه من قبل أن تنزل التوراة قل فأتوا بالتوراة فاتلوها إن كنتم صادقين. എല്ലാ ആഹാര പദാർത്ഥങ്ങളും ഇസ്രായേൽ മക്കൾക്ക് അനുവദനീയമായിരുന്നു. തൗറാത്തിന്റെ അവതരണത്തിന് മുമ്പ് ഇസ്രായേല്യർ അവരുടെ മേൽ നിഷിദ്ധമാക്കിയവയൊഴികെ. പറയുക, നിങ്ങൾ തൗറാത്ത് കൊണ്ടുവന്ന് വായിച്ചു കേൾപ്പിക്കുക, നിങ്ങൾ സത്യസന്ധരെങ്കിൽ. فمن افترى على الله الكذب من بعد ذلك فأولئك هم الظالمون. അതിനുശേഷവും ആരെങ്കിലും അല്ലാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമയ്ക്കുകയാണെങ്കിൽ അവർ തന്നെയാണ് അക്രമികൾ. ഖുൽ സദഖല്ലാഹ് فاتبعوا ملة إبراهيم حنيفا وما كان من المشركين. പറയുക, അല്ലാഹു അരുളിയത് സത്യം തന്നെ. അതിനാൽ നിർമ്മല ഹൃദയനായ ഇബ്രാഹീമിന്റെ പാത നിങ്ങൾ പിന്തുടരുക. അദ്ദേഹം ബഹുദൈവ വിശ്വാസികളിൽ പെട്ടവനായിരുന്നില്ല. إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين. തീർച്ചയായും മനുഷ്യർക്കായി ഉണ്ടാക്കിയ ആദ്യ ദേവാലയം മക്കയിലേതു തന്നെ. അത് അനുഗ്രഹീതമാണ്, ലോകർക്കാകെ വഴികാട്ടിയും. فيه آيات بينات مقام إبراهيم ومن دخله كان آمنا ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين. അതിൽ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുണ്ട്. ഇബ്രാഹീമിന്റെ പ്രാർത്ഥനാസ്ഥലം, അവിടെ പ്രവേശിക്കുന്നവൻ നിർഭയനായിരിക്കും. ആ മന്ദിരത്തിലെത്തിച്ചേരാൻ കഴിവുള്ളവർ അവിടെ ചെന്ന് ഹജ്ജ് നിർവഹിക്കുക എന്നത് മനുഷ്യർക്ക് അല്ലാഹുവോടുള്ള ബാധ്യതയാണ്. ആരെങ്കിലും അതിനെ നിഷേധിക്കുന്നുവെങ്കിൽ അറിയുക, അല്ലാഹു ലോകരിലാരുടെയും ആശ്രയം ആവശ്യമില്ലാത്തവനാണ്. قل يا أهل الكتاب لم تكفرون بآيات الله والله شهيد على ما تعملون. ചോദിക്കുക, വേദക്കാരെ, നിങ്ങൾ എന്തിനാണ് അല്ലാഹുവിന്റെ വചനങ്ങൾ നിഷേധിച്ചു തള്ളുന്നത്? നിങ്ങൾ ചെയ്യുന്നതിനെല്ലാം അല്ലാഹു സാക്ഷിയാണ്. قل يا أهل الكتاب لم تصدون عن سبيل الله من آمن تبغونها عوجا وأنتم شهداء وما الله بغافل عما تعملون. പറയുക, വേദക്കാരെ, നിങ്ങൾ എന്തിനാണ് വിശ്വസിച്ചവരെ ദൈവമാർഗത്തിൽ നിന്ന് തടയുന്നത്? അതാണ് നേർവഴിയെന്ന് നിങ്ങൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കെ നിങ്ങൾ എന്തിനത് വികലമാക്കാൻ ശ്രമിക്കുന്നു? നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ പറ്റിയൊന്നും അല്ലാഹു അശ്രദ്ധനല്ല. يا أيها الذين آمنوا إن
تطيعوا فريقا من الذين أوتوا الكتاب يردوكم بعد إيمانكم كافرين. വിശ്വസിച്ചവരെ, വേദം കിട്ടിയവരിലൊരു വിഭാഗത്തെ നിങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ നിങ്ങൾ സത്യവിശ്വാസികളായ ശേഷം നിങ്ങളെ വീണ്ടും അവർ അവിശ്വാസികളാക്കി മാറ്റും. وكيف تكفرون وأنتم تتلى عليكم آيات الله وفيكم رسوله ومن يعتصم بالله فقد هدي إلى صراط مستقيم. നിങ്ങളെ ദൈവവചനങ്ങൾ ഓതി കേൾപ്പിച്ചുകൊണ്ടിരിക്കെ നിങ്ങൾ എങ്ങനെ നിഷേധികളാകും? നിങ്ങൾക്കിടയിൽ ദൈവദൂതനുണ്ട് താനും. ആർ അല്ലാഹുവെ മുറുകെ പിടിക്കുന്നുവോ അവൻ ഉറപ്പായും നേർവഴിയിൽ നയിക്കപ്പെടും. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. വിശ്വസിച്ചവരെ, നിങ്ങൾ അല്ലാഹുവെ യഥാവിധി സൂക്ഷിക്കുക. നിങ്ങൾ മുസ്ലിങ്ങളായല്ലാതെ മരിക്കരുത്. واعتصموا بحبل الله جميعا ولا تفرقوا واذكروا نعمة الله عليكم إذ كنتم أعداء فألف بين قلوبكم فأصبحتم بنعمته إخوانا وكنتم على شفا حفرة من النار فأنقذكم منها كذلك يبين الله لكم آياته لعلكم تهتدون. നിങ്ങൾ ഒന്നായി അല്ലാഹുവിന്റെ പാശം മുറുകെ പിടിക്കുക, ഭിന്നിക്കരുത്. അല്ലാഹു നിങ്ങൾക്കു നൽകിയ അനുഗ്രഹങ്ങൾ ഓർക്കുക. നിങ്ങൾ അന്യോന്യം ശത്രുക്കളായിരുന്നു, പിന്നെ അവൻ നിങ്ങളുടെ മനസ്സുകളെ പരസ്പരം കൂട്ടിയിണക്കി. അങ്ങനെ അവന്റെ അനുഗ്രഹത്താൽ നിങ്ങൾ സഹോദരങ്ങളായി തീർന്നു. നിങ്ങൾ തീക്കുണ്ഡത്തിന്റെ വക്കിലായിരുന്നു, അതിൽ നിന്ന് അവൻ നിങ്ങളെ രക്ഷിച്ചു. ഇவ்விധം അല്ലാഹു അവന്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് വിവരിച്ചു തരുന്നു, നിങ്ങൾ സന്മാർഗം പ്രാപിച്ചവരാകാൻ. وَلْتَكُن مِّنكُمْ أُمَّةٌ يَدْعُونَ إِلَى الْخَيْرِ وَيَأْمُرُونَ بِالْمَعْرُوفِ وَيَنْهَوْنَ عَنِ الْمُنكَرِ وَأُولَٰئِكَ هُمُ الْمُفْلِحُونَ. നിങ്ങൾ നല്ലതിലേക്ക് ക്ഷണിക്കുകയും നന്മ കൽപ്പിക്കുകയും തിന്മ തടയുകയും ചെയ്യുന്ന ഒരു സമുദായമായി തീരണം. അവർ തന്നെയാണ് വിജയികൾ. ولا تكونوا كالذين تفرقوا واختلفوا من بعد ما جاءهم البينات وأولئك لهم عذاب عظيم. يوم تبيض وجوه وتسود وجوه فأما الذين اسودت وجوههم أكفرتم بعد إيمانكم فذوقوا العذاب بما كنتم تكفرون. വ്യക്തമായ തെളിവുകൾ വന്നെത്തിയ ശേഷം ഭിന്നിച്ച് പല കക്ഷികളായി പിരിഞ്ഞവരെ പോലെ നിങ്ങളാവരുത്. ചില മുഖങ്ങൾ പ്രസന്നമാവുകയും മറ്റു ചില മുഖങ്ങൾ ഇരുളുകയും ചെയ്യുന്ന ദിനം അവർക്ക് കൊടിയ ശിക്ഷയുണ്ട്. അന്ന് മുഖം ഇരുണ്ടവരോട് ഇങ്ങനെ പറയും: സത്യവിശ്വാസം സ്വീകരിച്ച ശേഷം സത്യനിഷേധികളാവുകയല്ലേ നിങ്ങൾ ചെയ്തത്? അவ்விധം സത്യനിഷേധികളായതിനാൽ നിങ്ങൾ ഇന്ന് കൊടിയ ശിക്ഷ അനുഭവിച്ചു കൊള്ളുക. وَأَمَّا
فأما الذين ابيضت وجوههم ففي رحمة الله هم فيها خالدون. എന്നാൽ പ്രസന്നമായ മുഖമുള്ളവർ അന്ന് അല്ലാഹുവിന്റെ കാരുണ്യത്തിലായിരിക്കും. അവരെന്നെന്നും അതേ അവസ്ഥയിലാണുണ്ടാവുക. تلك آيات الله نتلوها عليك بالحق وما الله يريد ظلما للعالمين. ഇതൊക്കെയും അല്ലാഹുവിന്റെ വചനങ്ങളാണ്. നാം അവ നിനക്ക് യഥാവിധി ഓതിക്കേൾപ്പിക്കുന്നു. ലോകജനതയോട് ഒരനീതിയും കാണിക്കാൻ അല്ലാഹു ഉദ്ദേശിക്കുന്നില്ല. വലില്ലാഹി മാ ഫിസ്സമാവാതി വമാ ഫിൽ അർദ് വഇലല്ലാഹി തുർജഉൽ ഉമൂർ. ആകാശഭൂമികളിലുള്ളതൊക്കെയും അല്ലാഹുവിൻ്റെതാണ്. എല്ലാ കാര്യങ്ങളും മടങ്ങുന്നതും അല്ലാഹുവിങ്കലേക്കു തന്നെ. كنتم خير أمة أخرجت للناس تأمرون بالمعروف وتنهون عن المنكر وتؤمنون بالله ولو آمن أهل الكتاب لكان خيرا لهم منهم المؤمنون وأكثرهم الفاسقون. മനുഷ്യ സമൂഹത്തിനായി ഉയരെടുത്ത ഉത്തമ സമുദായമായി തീർന്നിരിക്കുന്നു നിങ്ങൾ. നിങ്ങൾ നന്മ കൽപ്പിക്കുന്നു, തിന്മ തടയുന്നു, അല്ലാഹുവിൽ വിശ്വസിക്കുന്നു. ഇவ்விധം വേദക്കാർ വിശ്വസിച്ചിരുന്നെങ്കിൽ അവർക്കതെത്ര നന്നായേനെ. അവരുടെ കൂട്ടത്തിൽ വിശ്വാസികളുണ്ട്, എന്നാൽ ഏറെ പേരും ധിക്കാരികളാണ്. ലൻ യദുറൂകും ഇല്ലാ അദാ വഇൻ യുഖാതിലൂകും യുവല്ലൂകുമുൽ അദ്ബാറ സുമ്മ ലാ യുൻസറൂൻ. നേരിയ ചില ശല്യമല്ലാതെ നിങ്ങൾക്കൊരു ദ്രോഹവും വരുത്താൻ അവർക്കാവില്ല. അഥവാ അവർ നിങ്ങളോട് യുദ്ധത്തിലേർപ്പെടുകയാണെങ്കിൽ ഉറപ്പായും അവർ പിന്തിരിഞ്ഞോടും. പിന്നെ അവർക്ക് എവിടെ നിന്നും ഒരു സഹായവും കിട്ടുകയില്ല. ضربت عليهم الذلة أينما ثقفوا إلا بحبل من الله وحبل من الناس وباءوا بغضب من الله وضربت عليهم المسكنة ذلك بأنهم كانوا يكفرون بآيات الله ويقتلون الأنبياء بغير حق ذلك بما عصوا وكانوا يعتدون. അല്ലാഹുവിൽ നിന്നുള്ള ഒരവലംബവും ജനങ്ങളിൽ നിന്നുള്ള എന്തെങ്കിലും അവലംബവും കിട്ടുന്നതൊഴികെ അവർ എവിടെയായിരുന്നാലും അപമാനം അവരിൽ വന്നു പതിച്ചിരിക്കുന്നു. അവർ അല്ലാഹുവിന്റെ കോപത്തിനിരയാവുകയും അവർക്കുമേൽ ഹീനത്വം വന്നു വീഴുകയും ചെയ്തിരിക്കുന്നു. അവർ അല്ലാഹുവിന്റെ വചനങ്ങളെ തള്ളിക്കളഞ്ഞതിനാലും അന്യായമായി പ്രവാചകന്മാരെ കൊന്നുകൊണ്ടിരുന്നതിനാലുമാണിത്. അവരുടെ ധിക്കാരത്തിന്റെയും അതിക്രമത്തിന്റെയും ഫലവും. ലൈസൂ സവാഅ من أهل الكتاب أمة قائمة يتلون آيات الله آناء الليل وهم يسجدون. അവരെല്ലാം ഒരുപോലെയല്ല. വേദക്കാരിൽ നേർവഴിയിൽ നിലകൊള്ളുന്ന ഒരു വിഭാഗമുണ്ട്. അവർ രാത്രിവേളകളിൽ സുജൂദ് ചെയ്ത് അല്ലാഹുവിന്റെ വചനങ്ങൾ പാരായണം ചെയ്യുന്നു. يؤمنون بالله واليوم الآخر ويأمرون بالمعروف وينهون عن المنكر ويسارعون في الخيرات وأولئك من الصالحين. അവർ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നു, നന്മ കൽപ്പിക്കുന്നു,
തിന്മ തടയുന്നു, നല്ല കാര്യങ്ങളിൽ മത്സരിച്ചു മുന്നേറുന്നു. അവർ സജ്ജനങ്ങളിൽപ്പെട്ടവരാണ്. وما يفعلوا من خير فلن يكفروه والله عليم بالمتقين. അവരെന്തു നന്മ ചെയ്താലും അതിന്റെ ഫലം അവർക്ക് ലഭിക്കാതിരിക്കില്ല. അല്ലാഹു സൂക്ഷ്മത പാലിക്കുന്നവരെ നന്നായി അറിയുന്നവനാകുന്നു. إن الذين كفروا لن تغني عنهم أموالهم ولا أولادهم من الله شيئا وأولئك أصحاب النار هم فيها خالدون. എന്നാൽ സത്യനിഷേധികളോ അവരുടെ സമ്പത്തും സന്താനങ്ങളും അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് അവരെ തീരെ രക്ഷിക്കുകയില്ല. അവർ നരകാവകാശികളാണ്. അവരവിടെ നിത്യവാസികളായിരിക്കും. مثل ما ينفقون في هذه الحياة الدنيا كمثل ريح فيها صر أصابت حرث قوم ظلموا أنفسهم فأهلكته وما ظلمهم الله ولكن أنفسهم يظلمون. ഐഹിക ജീവിതത്തിൽ അവർ ചെലവഴിക്കുന്നതിന്റെ ഉപമ കൊടും തണുപ്പുള്ള ഒരു ശീതക്കാറ്റിന്റേതാണ്. അത് ആത്മദ്രോഹികളായ ഒരു ജനവിഭാഗത്തിന്റെ കൃഷിയിടത്തെ ബാധിച്ചു. അങ്ങനെയത് ആ കൃഷിയെ നിശേഷം നശിപ്പിച്ചു. അല്ലാഹു അവരോട് ദ്രോഹമൊന്നും ചെയ്തിട്ടില്ല. അവർ തങ്ങളെ തന്നെ ദ്രോഹിക്കുകയായിരുന്നു. يا أيها الذين آمنوا لا تتخذوا بطانة من دونكم لا يألونكم خبالا ودوا ما عنتم قد بدت البغضاء من أفواههم وما تخفي صدورهم أكبر قد بينا لكم الآيات إن كنتم تعقلون. വിശ്വസിച്ചവരെ, നിങ്ങളിൽപ്പെട്ടവരെയല്ലാതെ നിങ്ങൾ ഉള്ളുകള്ളികൾ അറിയുന്നവരാക്കരുത്. നിങ്ങൾക്ക് വിപത്ത് വരുത്തുന്നതിൽ അവരൊരു വീഴ്ചയും വരുത്തുകയില്ല. നിങ്ങൾ പ്രയാസപ്പെടുന്നതാണ് അവർക്കിഷ്ടം. നിങ്ങളോടുള്ള കോപം അവരുടെ വാക്കുകളിലൂടെ തന്നെ വെളിവായിട്ടുണ്ട്. അവരുടെ നെഞ്ചകം ഒളിപ്പിച്ചു വെക്കുന്നത് കൂടുതൽ ഭീകരമത്രേ. നിങ്ങൾക്കിതാ നാം തെളിവുകൾ നിരത്തിത്തന്നിരിക്കുന്നു. നിങ്ങൾ ആലോചിച്ചറിയുന്നവരെങ്കിൽ. ഹാ അൻതും ഉലൈഇ തുഹിബ്ബൂനഹും വലാ യുഹിബ്ബൂനകും വതുഅ്മിനൂന ബിൽ കിതാബി കുല്ലിഹി വഇദാ ലഖൂകും ഖാലൂ ആമന്നാ വഇദാ ഖലൗ അദ്ദൂ അലൈകുമുൽ അനാമില മിനൽ ഗൈദ് قل موتوا بغيظكم إن الله عليم بذات الصدور. നോക്കൂ നിങ്ങളുടെ സ്ഥിതി. നിങ്ങൾ അവരെ സ്നേഹിക്കുന്നു, അവരോ നിങ്ങളെ സ്നേഹിക്കുന്നുമില്ല. നിങ്ങൾ എല്ലാ വേദങ്ങളിലും വിശ്വസിക്കുന്നു. നിങ്ങളെ കണ്ടുമുട്ടുമ്പോൾ അവർ പറയും, ഞങ്ങളും വിശ്വസിച്ചിരിക്കുന്നു. നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയാലോ നിങ്ങളോടുള്ള കോപം കാരണം അവർ വിരൽ കടിക്കുന്നു. പറയുക, നിങ്ങൾ നിങ്ങളുടെ വെറുപ്പുമായി മരിച്ചുകൊള്ളുക. മനസ്സുകളിലുള്ളതൊക്കെയും അല്ലാഹു നന്നായി അറിയുന്നുണ്ട്. إن تمسسكم حسنة تسؤهم وإن تصبكم سيئة يفرحوا بها وإن تصبروا وتتقوا لا يضركم كيدهم شيئا إن الله بما يعملون محيط. നിങ്ങൾക്ക് എന്തെങ്കിലും നന്മയുണ്ടാവുന്നത് അവർക്ക് മനപ്രയാസമുണ്ടാക്കും.
നിങ്ങളെ വല്ല തിന്മയും ബാധിക്കുന്നതോ അതവരെ സന്തോഷിപ്പിക്കും. നിങ്ങൾ ക്ഷമിക്കുകയും സൂക്ഷ്മത പാലിക്കുകയുമാണെങ്കിൽ അവരുടെ കുതന്ത്രം നിങ്ങൾക്കൊരു ദോഷവും വരുത്തുകയില്ല. അവർ പ്രവർത്തിക്കുന്നതൊക്കെയും സൂക്ഷ്മമായി അറിയുന്നവനാണ് അല്ലാഹു. وَإِذْ غَدَوْتَ مِنْ أَهْلِكَ تُبَوِّئُ الْمُؤْمِنِينَ مَقَاعِدَ لِلْقِتَالِ وَاللَّهُ سَمِيعٌ عَلِيمٌ. സത്യവിശ്വാസികൾക്ക് യുദ്ധത്തിന് താവളമൊരുക്കാനായി നീ നിന്റെ കുടുംബത്തിൽ നിന്ന് പുലർച്ചെ ഇറങ്ങിത്തിരിച്ച കാര്യം ഓർക്കുക. അല്ലാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. إِذْ هَمَّ الطَّائِفَتَانِ مِنكُمْ أَن تَفْشَلَا وَاللَّهُ وَلِيُّهُمَا وَعَلَى اللَّهِ فَلْيَتَوَكَّلِ الْمُؤْمِنُونَ. ഓർക്കുക, നിങ്ങളിലെ രണ്ടു വിഭാഗം ഭയന്നോടാൻ ഭാവിച്ച സന്ദർഭം. അല്ലാഹു അവരുടെ രക്ഷാധികാരിയായിരിക്കെ തന്നെ സത്യവിശ്വാസികൾ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കട്ടെ. وَلَقَدْ نَصَرَكُمُ اللَّهُ بِبَدْرٍ وَأَنْتُمْ أَذِلَّةٌ فَاتَّقُوا اللَّهَ لَعَلَّكُمْ تَشْكُرُونَ. നിങ്ങൾ നന്നേ ദുർബലരായിരിക്കെ ബദറിൽ അല്ലാഹു നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അതിനാൽ അല്ലാഹുവോട് ഭക്തിയുള്ളവരാവുക, നിങ്ങൾ നന്ദിയുള്ളവരാകാൻ. إِذْ تَقُولُ لِلْمُؤْمِنِينَ أَلَنْ يَكْفِيَكُمْ أَنْ يُمِدَّكُمْ رَبُّكُمْ ب3,000 مِّنَ الْمَلَائِكَةِ مُنْزَلِينَ. നീ സത്യവിശ്വാസികളോട് പറഞ്ഞ സന്ദർഭം, നിങ്ങളുടെ നാഥൻ 3000 മലക്കുകളെ ഇറക്കി നിങ്ങളെ സഹായിക്കുന്നത് നിങ്ങൾക്ക് മതിയാവില്ലേ? بَلَى إِن تَصْبِرُوا وَتَتَّقُوا وَيَأْتُوكُم مِّن فَوْرِهِمْ هَٰذَا يُمْدِدْكُمْ رَبُّكُمْ ب5,000 مِّنَ الْمَلَائِكَةِ مُسَوِّمِينَ. സംശയം വേണ്ട, നിങ്ങൾ ക്ഷമയവലംബിക്കുകയും സൂക്ഷ്മത പാലിക്കുകയുമാണെങ്കിൽ ശത്രുക്കൾ ഈ നിമിഷം തന്നെ നിങ്ങളുടെ അടുത്തു വന്നെത്തിയാലും നിങ്ങളുടെ നാഥൻ പ്രത്യേക അടയാളങ്ങളുള്ള 5000 മലക്കുകളാൽ നിങ്ങളെ സഹായിക്കും. وَمَا جَعَلَهُ اللَّهُ إِلَّا بُشْرَى لَكُمْ وَلِتَطْمَئِنَّ قُلُوبُكُم بِهِ وَمَا النَّصْرُ إِلَّا مِنْ عِندِ اللَّهِ الْعَزِيزِ الْحَكِيمِ. അല്ലാഹു ഇவ்விധം അറിയിച്ചത് നിങ്ങൾക്കൊരു സന്തോഷവാർത്തയായാണ്, നിങ്ങളുടെ മനസ്സുകൾ ശാന്തമാകാനും. യഥാർത്ഥ സഹായം പ്രതാപിയും യുക്തിമാനുമായ അല്ലാഹുവിൽ നിന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ. لِيَقْطَعَ طَرَفًا مِّنَ الَّذِينَ كَفَرُوا أَوْ يَكْبِتَهُمْ فَيَنقَلِبُوا خَائِبِينَ. സത്യനിഷേധികളിൽ നിന്നൊരു സംഘത്തെ ഉന്മൂലനം ചെയ്യുകയോ ആശയറ്റ് പിന്തിരിയാൻ സ്വയം പ്രേരിതരാകുമാറ് അവരെ ഒതുക്കുകയോ ചെയ്യാനാണത്. لَيْسَ لَكَ مِنَ الْأَمْرِ شَيْءٌ أَوْ يَتُوبَ عَلَيْهِمْ أَوْ يُعَذِّبَهُمْ فَإِنَّهُمْ ظَالِمُونَ. തീരുമാനമെടുക്കുന്നതിൽ നിനക്കൊരു പങ്കുമില്ല. അല്ലാഹു ഒരു പക്ഷേ അവരുടെ പശ്ചാത്താപം സ്വീകരിച്ചേക്കാം, അല്ലെങ്കിൽ അവരെ ശിക്ഷിച്ചേക്കാം. തീർച്ചയായും അവർ അക്രമികൾ തന്നെയാണ്. وَلِلَّهِ مَا فِي السَّمَاوَاتِ وَمَا فِي الْأَرْضِ يَغْفِرُ لِمَن يَشَاءُ وَيُعَذِّبُ مَن يَشَاءُ وَاللَّهُ غَفُورٌ رَّحِيمٌ. ആകാശഭൂമികളിലുള്ളതെല്ലാം അല്ലാഹുവിൻ്റെതാണ്. അവൻ ഇച്ഛിക്കുന്നവർക്ക് അവൻ പൊറുത്തു കൊടുക്കുന്നു, അവൻ ഇച്ഛിക്കുന്നവരെ ശിക്ഷിക്കുന്നു. അല്ലാഹു ഏറെ പൊറുക്കുന്നവനാണ്, പരമദയാലുവും. يا
أيها الذين آمنوا لا تأكلوا الربا أضعافا مضاعفة واتقوا الله لعلكم تفلحون. വിശ്വസിച്ചവരെ, നിങ്ങൾ ഇരട്ടിക്കിരട്ടിയായി പലിശ തിന്നരുത്. അല്ലാഹുവോട് ഭക്തിയുള്ളവരാവുക, നിങ്ങൾ വിജയിച്ചേക്കാം. واتقوا النار التي أعدت للكافرين. സത്യനിഷേധികൾക്കായി ഒരുക്കിയ നരകത്തീയിനെ സൂക്ഷിക്കുക. وأطيعوا الله والرسول لعلكم ترحمون. നിങ്ങൾ അല്ലാഹുവേയും അവന്റെ ദൂതനെയും അനുസരിക്കുക, നിങ്ങൾക്ക് ദിവ്യകാരുണ്യം കിട്ടിയേക്കാം. وسارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض أعدت للمتقين. നിങ്ങളുടെ നാഥനിൽ നിന്നുള്ള പാപമോചനവും ആകാശഭൂമികളോളം വിശാലമായ സ്വർഗവും നേടാനായി ധൃതിയിൽ മുന്നോട്ടു വരിക. ഭക്തന്മാർക്കായി തയ്യാറാക്കിയതാണത്. الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس والله يحب المحسنين. ധന്യതയിലും ദാരിദ്ര്യത്തിലും ധനം ചെലവഴിക്കുന്നവരും കോപം കടിച്ചിറക്കുന്നവരുമാണവർ. ജനങ്ങളോട് വിട്ടുവീഴ്ച കാണിക്കുന്നവരും. സൽസ്വഭാവികളെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. والذين إذا فعلوا فاحشة أو ظلموا أنفسهم ذكروا الله فاستغفروا لذنوبهم ومن يغفر الذنوب إلا الله ولم يصروا على ما فعلوا وهم يعلمون. വല്ല നീചകൃത്യവും ചെയ്യുകയോ തങ്ങളോടു തന്നെ എന്തെങ്കിലും അക്രമം കാണിക്കുകയോ ചെയ്താൽ അപ്പോൾ തന്നെ അല്ലാഹുവെ ഓർക്കുന്നവരാണവർ, തങ്ങളുടെ പാപങ്ങൾക്ക് മാപ്പിരക്കുന്നവരും. പാപങ്ങൾ പൊറുക്കാൻ അല്ലാഹുവല്ലാതെ ആരുണ്ട്? അവരൊരിക്കലും തങ്ങൾ ചെയ്തുപോയ തെറ്റുകളിൽ ബോധപൂർവം ഉറച്ചു നിൽക്കുകയില്ല. ഉലൈക ജസാഉഹും മഗ്ഫിറതും മിർ റബ്ബിഹിം وجنات تجري من تحتها الأنهار خالدين فيها ونعم أجر العاملين. അവർക്കുള്ള പ്രതിഫലം തങ്ങളുടെ നാഥനിൽ നിന്നുള്ള പാപമോചനവും താഴ്ഭാഗത്തൂടെ അരുവികളൊഴുകുന്ന സ്വർഗീയാരാമങ്ങളുമാണ്. അവരതിൽ സ്ഥിരവാസികളായിരിക്കും. സൽക്കർമ്മികൾക്കുള്ള പ്രതിഫലം എത്ര മഹത്തരം! قد خلت من قبلكم سنن فسيروا في الأرض فانظروا كيف كان عاقبة المكذبين. നിങ്ങൾക്ക് മുമ്പ് എന്തെല്ലാം നടപടിക്രമങ്ങൾ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിനാൽ നിങ്ങൾ ഭൂമിയിൽ സഞ്ചരിച്ച് സത്യനിഷേധികളുടെ ഒടുക്കം എவ்விധമായിരുന്നുവെന്ന് നോക്കിക്കാണുക. هذا بيان للناس وهدى وموعظة للمتقين. ഇത് സകല ജനത്തോടുമുള്ള വിളംബരമാണ്, ദൈവഭക്തർക്കുള്ള മാർഗദർശനവും സതുപദേശവും. ولا تهنوا ولا تحزنوا وأنتم الأعلون إن كنتم مؤمنين. നിങ്ങൾ ദുർബലരോ ദുഃഖിതരോ ആവരുത്, നിങ്ങൾ തന്നെയാണ് അത്യുന്നതർ, നിങ്ങൾ സത്യവിശ്വാസികളെങ്കിൽ.
إن يمسسكم قرح فقد مس القوم قرح مثله وتلك الأيام نداولها بين الناس وليعلم الله الذين آمنوا ويتخذ منكم شهداء والله لا يحب الظالمين. നിങ്ങൾക്കിപ്പോൾ ക്ഷതം പറ്റിയിട്ടുണ്ടെങ്കിൽ അതുപോലെ മുമ്പ് ആ ജനത്തിനും ക്ഷതമേറ്റിട്ടുണ്ട്. വിജയപരാജയ ദിനങ്ങൾ ജനങ്ങൾക്കിടയിൽ മാറി മാറി വരാൻ ഇടയാക്കും. അല്ലാഹുവിന് സത്യവിശ്വാസികളെ വേർതിരിച്ചെടുക്കാനാണത്, നിങ്ങളിൽ നിന്ന് രക്തസാക്ഷികളെ സൃഷ്ടിക്കാനും. അല്ലാഹു അക്രമികളെ ഇഷ്ടപ്പെടുകയില്ല. وَلِيُمَحِّصَ اللَّهُ الَّذِينَ آمَنُوا وَيَمْحَقَ الْكَافِرِينَ. അല്ലാഹുവിന് സത്യവിശ്വാസികളെ കറകളഞ്ഞെടുക്കാനാണിത്, സത്യനിഷേധികളെ തകർക്കാനും. أَمْ حَسِبْتُمْ أَن تَدْخُلُوا الْجَنَّةَ وَلَمَّا يَعْلَمِ اللَّهُ الَّذِينَ جَاهَدُوا مِنكُمْ وَيَعْلَمَ الصَّابِرِينَ. അല്ല, നിങ്ങൾ വെറുതെയങ്ങ് സ്വർഗത്തിൽ കടന്നുകളയാമെന്ന് കരുതുന്നുണ്ടോ? നിങ്ങളിൽ നിന്ന് അല്ലാഹുവിന്റെ മാർഗത്തിൽ സമരം നടത്തുന്നവരെയും ക്ഷമയവലംബിക്കുന്നവരെയും തിരിച്ചറിഞ്ഞിട്ടല്ലാതെ. وَلَقَدْ كُنْتُمْ تَمَنَّوْنَ الْمَوْتَ مِنْ قَبْلِ أَنْ تَلْقَوْهُ فَقَدْ رَأَيْتُمُوهُ وَأَنْتُمْ تَنْظُرُونَ. മരണത്തെ നേരിൽ കാണും മുമ്പേ നിങ്ങളത് കൊതിക്കുന്നവരായിരുന്നു. എന്നാൽ ഇപ്പോൾ നിങ്ങൾ നോക്കി നിൽക്കെ തന്നെ നിങ്ങളതിനെ നേരിൽ കണ്ടിരിക്കുന്നു. وَمَا مُحَمَّدٌ إِلَّا رَسُولٌ قَدْ خَلَتْ مِنْ قَبْلِهِ الرُّسُلُ أَفَإِنْ مَاتَ أَوْ قُتِلَ انقَلَبْتُمْ عَلَى أَعْقَابِكُمْ وَمَنْ يَنْقَلِبْ عَلَى عَقِبَيْهِ فَلَنْ يَضُرَّ اللَّهَ شَيْئًا وَسَيَجْزِي اللَّهُ الشَّاكِرِينَ. മുഹമ്മദ് ദൈവദൂതനല്ലാതാരുമല്ല. അദ്ദേഹത്തിന് മുമ്പും ദൈവദൂതന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. അദ്ദേഹം മരണപ്പെടുകയോ കൊല്ലപ്പെടുകയോ ചെയ്താൽ നിങ്ങൾ പിന്തിരിഞ്ഞു പോവുകയോ? ആരെങ്കിലും പിന്തിരിഞ്ഞു പോവുന്നുവെങ്കിൽ അറിയുക, അവൻ അല്ലാഹുവിന് ഒരു ദ്രോഹവും വരുത്തുകയില്ല. അതോടൊപ്പം നന്ദി കാണിക്കുന്നവർക്ക് അല്ലാഹു അർഹമായ പ്രതിഫലം നൽകും. وَمَا كَانَ لِنَفْسٍ أَن تَمُوتَ إِلَّا بِإِذْنِ اللَّهِ كِتَابًا مُؤَجَّلًا وَمَن يُرِدْ ثَوَابَ الدُّنْيَا نُؤْتِهِ مِنْهَا وَمَن يُرِدْ ثَوَابَ الْآخِرَةِ نُؤْتِهِ مِنْهَا وَسَنَجْزِي الشَّاكِرِينَ. അല്ലാഹുവിന്റെ ഹിതമനുസരിച്ചല്ലാതെ ആർക്കും മരിക്കാനാവില്ല. മരണസമയം നിർണിതമാണ്. ആരെങ്കിലും ഇഹലോകത്തിലെ പ്രതിഫലമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിൽ നിന്ന് നാം അവന് നൽകും. ആരെങ്കിലും പരലോകത്തെ പ്രതിഫലമാണ് കൊതിക്കുന്നതെങ്കിൽ നാം അവന് അതിൽ നിന്നും നൽകും. നന്ദി കാണിക്കുന്നവർക്ക് നാം നല്ല പ്രതിഫലം നൽകും. وَكَأَيِّن مِّن نَّبِيٍّ قَاتَلَ مَعَهُ رِبِّيُّونَ كَثِيرٌ فما وهنوا لما أصابهم في سبيل الله وما ضعفوا وما استكانوا والله يحب الصابرين. എത്രയോ പ്രവാചകന്മാരാണ് അവരോടൊപ്പം നിരവധി ദൈവഭക്തന്മാർ പോരാടിയിട്ടുള്ളത്. എന്നിട്ട് അല്ലാഹുവിന്റെ മാർഗത്തിൽ അനുഭവിച്ച ദുരിതങ്ങൾ കൊണ്ടൊന്നും അവർ തളർന്നില്ല. അവർ ദുർബലരാവുകയോ കീഴടങ്ങുകയോ ചെയ്തില്ല. ക്ഷമാശീലരെ
അല്ലാഹു ഇഷ്ടപ്പെടുന്നു. وما كان قولهم إلا أن قالوا ربنا اغفر لنا ذنوبنا وإسرافنا في أمرنا ربنا اغفر لنا ذنوبنا وإسرافنا في أمرنا وثبت أقدامنا وانصرنا على القوم الكافرين. അവരുടെ പ്രാർത്ഥന ഇതുമാത്രമായിരുന്നു: ഞങ്ങളുടെ നാഥ, ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളുടെ കാര്യത്തിൽ സംഭവിച്ചു പോയ അതിരുകവിച്ചിലുകളും ഞങ്ങൾക്കു നീ പുറത്തു തരേണമേ. ഞങ്ങളുടെ പാദങ്ങളെ ഉറപ്പിച്ചു നിർത്തണമേ. സത്യനിഷേധികളായ ജനത്തിനെതിരെ ഞങ്ങളെ സഹായിക്കണമേ. فآتاهم الله ثواب الدنيا وحسن ثواب الآخرة والله يحب المحسنين. അതിനാൽ അല്ലാഹു അവർക്ക് ഐഹികമായ പ്രതിഫലം നൽകി, കൂടുതൽ മെച്ചമായ പാരത്രിക ഫലവും. സൽസ്വഭാവികളെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. يا أيها الذين آمنوا إن تطيعوا الذين كفروا يردوكم على أعقابكم فتنقلبوا خاسرين. വിശ്വസിച്ചവരെ, നിങ്ങൾ സത്യനിഷേധികളെ അനുസരിച്ചു ജീവിച്ചാൽ അവർ നിങ്ങളെ പിറകോട്ട് തിരിച്ചുകൊണ്ടുപോകും. അങ്ങനെ നിങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടവരായി തീരും. ബലില്ലാഹു മൗലാകും വഹുവ ഖൈറുൻ നാസിരീൻ. എന്നാൽ നിങ്ങളുടെ രക്ഷകൻ അല്ലാഹുവാണ്, സഹായികളിൽ ഏറെ നല്ലവനും അവൻ തന്നെ. സനുൽഖി ഫീ ഖുലൂബില്ലദീന കഫറു الرعب بما أشركوا بالله ما لم ينزل به سلطانا ومأواهم النار وبئس مثوى الظالمين. സത്യനിഷേധികളുടെ മനസ്സുകളിൽ നാം ഭയം ഇട്ടുകൊടുക്കും. അല്ലാഹുവിന്റെ പങ്കാളികളാണെന്നതിന് അവൻ ഒരു തെളിവും നൽകിയിട്ടില്ലാത്ത വസ്തുക്കളെ അവർ അവന്റെ പങ്കാളികളാക്കിയതിനാലാണിത്. നാളെ അവരുടെ താവളം നരകമത്രേ. അക്രമികളുടെ വാസസ്ഥലം എത്ര ചീത്ത. وَلَقَدْ صَدَقَكُمُ اللَّهُ وَعْدَهُ إِذْ تَحُسُّونَهُم بِإِذْنِهِ حَتَّى إِذَا فَشِلْتُمْ وَتَنَازَعْتُمْ فِي الْأَمْرِ وَعَصَيْتُمْ مِنْ بَعْدِ مَا أَرَاكُمْ مَا تُحِبُّونَ مِنْكُمْ مَنْ يُرِيدُ الدُّنْيَا وَمِنْكُمْ مَنْ يُرِيدُ الْآخِرَةَ ثُمَّ صَرَفَكُمْ عَنْهُمْ لِيَبْتَلِيَكُمْ وَلَقَدْ عَفَا عَنْكُمْ وَاللَّهُ ذُو فَضْلٍ عَلَى الْمُؤْمِنِينَ. അല്ലാഹു നിങ്ങളോടുള്ള അവന്റെ വാഗ്ദാനം നിറവേറ്റിയിരിക്കുന്നു. ആദ്യം അവന്റെ അനുമതിപ്രകാരം നിങ്ങൾ അവരുടെ കഥ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നിങ്ങൾ ദുർബലരാവുകയും കാര്യനിർവഹണത്തിന്റെ പേരിൽ പരസ്പരം തർക്കിക്കുകയും ചെയ്തു. നിങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ടത് അല്ലാഹു നിങ്ങൾക്ക് കാണിച്ചു തന്ന ശേഷം നിങ്ങൾ അനുസരണക്കേട് കാണിച്ചു. നിങ്ങളിൽ ഐഹിക താൽപ്പര്യങ്ങളുള്ളവരുണ്ട്, പരലോകം കൊതിക്കുന്നവരുമുണ്ട്. പിന്നീട് അല്ലാഹു നിങ്ങളെ അവരിൽ നിന്ന് പിന്തിരിപ്പിച്ചു. നിങ്ങളെ പരീക്ഷിക്കാൻ അല്ലാഹു നിങ്ങൾക്ക് മാപ്പേകിയിരിക്കുന്നു. അല്ലാഹു സത്യവിശ്വാസികളോട് അത്യുദാരൻ തന്നെ. إذ تصعدون ولا تلوون على أحد والرسول يدعوكم في أخراكم فأثابكم غما بغم لكي لا تحزنوا على ما فاتكم ولا ما أصابكم
والله خبير بما تعملون. ഓർക്കുക, ആരെയും തിരിഞ്ഞു നോക്കാതെ നിങ്ങൾ ഓടിപ്പോവുകയായിരുന്നു. പ്രവാചകൻ പിന്നിൽ നിന്ന് നിങ്ങളെ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അല്ലാഹു നിങ്ങൾക്ക് ദുഃഖത്തിനുമേൽ ദുഃഖം പ്രതിഫലമായി നൽകി. നിങ്ങൾക്ക് കൈവിട്ടുപോയ നേട്ടത്തിന്റെയോ നിങ്ങളെ ബാധിച്ച വിപത്തിന്റെയോ പേരിൽ മേലിൽ നിങ്ങൾ ദുഃഖിതരാവാതിരിക്കാനാണിത്. നിങ്ങൾ ചെയ്യുന്നതൊക്കെയും നന്നായി അറിയുന്നവനാണ് അല്ലാഹു. ثم أنزل عليكم من بعد الغم أمنة نعاسا يغشى طائفة منكم وطائفة قد أهمتهم أنفسهم يظنون بالله غير الحق ظن الجاهلية يقولون هل لنا من الأمر من شيء قل إن الأمر كله لله يخفون في أنفسهم ما لا يبدون لك يقولون لو كان لنا من الأمر شيء ما قتلنا هاهنا قل لو كنتم في بيوتكم لبرز الذين كتب عليهم القتل إلى مضاجعهم وليبتلي الله ما في صدوركم وليمحص ما في قلوبكم والله عليم بذات الصدور. പിന്നെ ആ ദുഃഖത്തിനു ശേഷം അല്ലാഹു നിങ്ങൾക്ക് എല്ലാം മറന്ന് മയങ്ങിയുറങ്ങാവുന്ന ശാന്തി നൽകി. നിങ്ങളിൽ ഒരു വിഭാഗം ആ മയക്കത്തിന്റെ ശാന്തത അനുഭവിച്ചു. മറ്റൊരു വിഭാഗം സ്വന്തത്തെപ്പറ്റി മാത്രം ചിന്തിച്ച് അസ്വസ്ഥരായി. അവർ അല്ലാഹുവെ സംബന്ധിച്ച് സത്യവിരുദ്ധമായ അനിസ്ലാമിക ധാരണയാണ് വെച്ച് പുലർത്തിയിരുന്നത്. അവർ ചോദിക്കുന്നു, കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ നമുക്ക് വല്ല പങ്കുമുണ്ടോ? പറയുക, കാര്യങ്ങളെല്ലാം അല്ലാഹുവിന്റെ അധീനതയിലാണ്. അറിയുക, അവർ നിന്നോട് വെളിപ്പെടുത്താത്ത ചിലത് മനസ്സുകളിൽ ഒളിപ്പിച്ചു വെക്കുന്നുണ്ട്. അവർ പറയുന്നു, കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ നമുക്ക് പങ്കുണ്ടായിരുന്നെങ്കിൽ നാം ഇവിടെ ഇങ്ങനെ കൊല്ലപ്പെടുമായിരുന്നില്ല. പറയുക, നിങ്ങൾ നിങ്ങളുടെ വീടുകളിലായിരുന്നാൽ പോലും വധിക്കപ്പെടാൻ വിധിക്കപ്പെട്ടവർ തങ്ങളുടെ മരണസ്ഥലത്തേക്ക് സ്വയം പുറപ്പെട്ടുവരുമായിരുന്നു. ഇപ്പോൾ നടന്നതെല്ലാം നിങ്ങളുടെ നെഞ്ചകത്തുള്ളതിനെ അല്ലാഹു പരീക്ഷിക്കാനും നിങ്ങളുടെ മനസ്സിലുള്ളത് കറകളഞ്ഞെടുക്കാനുമാണ്. നെഞ്ചകത്തുള്ളതൊക്കെയും നന്നായി അറിയുന്നവനാണ് അല്ലാഹു. إن الذين تولوا منكم يوم التقى الجمعان إنما استزلهم الشيطان ببعض ما كسبوا ولقد عفى الله عنهم إن الله غفور حليم. രണ്ടു കൂട്ടർ ഏറ്റുമുട്ടിയ ദിവസം നിങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞു പോയവരെ തങ്ങളുടെ തന്നെ ചില ചെയ്തികൾ കാരണം പിശാച് വഴിപിഴപ്പിക്കുകയായിരുന്നു. അല്ലാഹു അവർക്ക് മാപ്പേകിയിരിക്കുന്നു. തീർച്ചയായും അല്ലാഹു ഏറെ പൊറുക്കുന്നവനും ക്ഷമിക്കുന്നവനും തന്നെ. يا أيها الذين آمنوا لا تكونوا كالذين كفروا وقالوا لإخوانهم إذا ضربوا في الأرض أو كانوا غزا لو كانوا عندنا ما ماتوا وما قتلوا ليجعل الله ذلك حسرة في قلوبهم والله يحيي ويميت والله بما تعملون بصير. വിശ്വസിച്ചവരെ, നിങ്ങൾ സത്യനിഷേധികളെപ്പോലെയാവരുത്. തങ്ങളുടെ സഹോദരങ്ങൾ കച്ചവടത്തിന് ഭൂമിയിൽ സഞ്ചരിക്കുകയോ
യുദ്ധത്തിന് പുറപ്പെടുകയോ ചെയ്ത് മരണമടഞ്ഞാൽ അവർ പറയും, ഇവർ ഞങ്ങളുടെ അടുത്തായിരുന്നെങ്കിൽ മരിക്കുകയോ വധിക്കപ്പെടുകയോ ഇല്ലായിരുന്നു. ഇതൊക്കെയും അല്ലാഹു അവരുടെ മനസ്സുകളിൽ ഒരു ഖേദമാക്കി വെക്കുന്നു. ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും അല്ലാഹുവാണ്. നിങ്ങൾ ചെയ്യുന്നതൊക്കെയും കണ്ടറിയുന്നവനാണ് അല്ലാഹു. وَلَئِن قُتِلْتُمْ فِي سَبِيلِ اللَّهِ أَوْ مُتُّمْ لَمَغْفِرَةٌ مِّنَ اللَّهِ وَرَحْمَةٌ خَيْرٌ مِّمَّا يَجْمَعُونَ. നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ വധിക്കപ്പെടുകയോ മരിക്കുകയോ ആണെങ്കിൽ ഉറപ്പായും അതിലൂടെ നിങ്ങൾക്ക് അല്ലാഹുവിൽ നിന്നുള്ള പാപമോചനവും കാരുണ്യവും ലഭിക്കും. അവർ വാരിക്കൂട്ടുന്നതിനേക്കാളൊക്കെ ഉത്തമം അതാണ്. وَلَئِن مُتُّمْ أَوْ قُتِلْتُمْ لَإِلَى اللَّهِ تُحْشَرُونَ. നിങ്ങൾ മരിക്കട്ടെ അല്ലെങ്കിൽ വധിക്കപ്പെടട്ടെ, രണ്ടായാലും എല്ലാവരെയും ഒടുവിൽ ഒരുമിച്ചു കൂട്ടുക അല്ലാഹുവിങ്കലാണ്. فَبِمَا رَحْمَةٍ مِّنَ اللَّهِ لِنتَ لَهُمْ وَلَوْ كُنتَ فَظًّا غَلِيظَ الْقَلْبِ لَانفَضُّوا مِنْ حَوْلِكَ فَاعْفُ عَنْهُمْ وَاسْتَغْفِرْ لَهُمْ وَشَاوِرْهُمْ فِي الْأَمْرِ فَإِذَا عَزَمْتَ فَتَوَكَّلْ عَلَى اللَّهِ إِنَّ اللَّهَ يُحِبُّ الْمُتَوَكِّلِينَ. അല്ലാഹുവിന്റെ കാരുണ്യം കാരണമാണ് നീ അവരോട് സൗമ്യനായത്. നീ പരുഷപ്രകൃതനും കഠിനമനസ്കനുമായിരുന്നെങ്കിൽ നിന്റെ ചുറ്റുനിന്നും അവരൊക്കെയും പിരിഞ്ഞു പോകുമായിരുന്നു. അതിനാൽ നീ അവർക്ക് മാപ്പേകുക, അവരുടെ പാപമോചനത്തിനായി പ്രാർത്ഥിക്കുക, കാര്യങ്ങൾ അവരുമായി കൂടിയാലോചിക്കുക. അങ്ങനെ നീ തീരുമാനമെടുത്താൽ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുക. തീർച്ചയായും അല്ലാഹു തന്നിൽ ഭരമേൽപ്പിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു. യൻസുർകുമുല്ലാഹു ഫലാ ഗാലിബ ലക്കും വഇൻ യഖ്ദുൽകും ഫമൻ ദല്ലദീ യൻസുർകും മിൻ ബഅദിഹി വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. അല്ലാഹു നിങ്ങളെ സഹായിക്കുന്നുവെങ്കിൽ പിന്നെ നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. അവൻ നിങ്ങളെ കൈവെടിയുന്നുവെങ്കിൽ പിന്നെ നിങ്ങളെ സഹായിക്കാൻ അവനെ കൂടാതെ ആരാണുള്ളത്? അതിനാൽ സത്യവിശ്വാസികൾ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കട്ടെ. വമാ കാന ലിനബിയ്യിൻ അൻ യഗ്ൽ വമൻ യഗ്ലുൽ യഅതി ബിമാ ഗല്ല യൗമൽ ഖിയാമഹ് ثم توفى كل نفس ما كسبت وهم لا يظلمون. വഞ്ചന നടത്തുക എന്നത് ഒരു പ്രവാചകനിൽ നിന്നുമുണ്ടാവില്ല. ആരെങ്കിലും വല്ലതും വഞ്ചിച്ചെടുത്താൽ ഉയിർത്തെഴുന്നേൽപ്പ് നാളിൽ അയാൾ തന്റെ ചതിക്കെട്ടുമായാണ് അല്ലാഹുവിന്റെ സന്നിധിയിലെത്തുക. പിന്നീട് ഓരോരുത്തർക്കും താൻ നേടിയതിന്റെ ഫലം പൂർണ്ണമായി നൽകും. ആരോടും ഒരനീതിയും കാണിക്കുകയില്ല. أفمن اتبع رضوان الله كمن باء بسخط من الله ومأواه جهنم وبئس المصير. അല്ലാഹുവിന്റെ പ്രീതി പിന്തുടർന്നവൻ ദൈവകോപവുമായി മടങ്ങിയവനെ പോലെയാണോ? അവന്റെ താവളം നരകമാണ്. അതെത്ര ചീത്ത സങ്കേതം. ഹും ദറജാതുൻ ഇൻദല്ലാഹ് വല്ലാഹു ബസീറുൻ ബിമാ യഅമലൂൻ. അവർ അല്ലാഹുവിന്റെ അടുത്ത് ഉന്നത പദവികളിലാണ്. അവർ ചെയ്യുന്നതൊക്കെ കണ്ടറിയുന്നവനാണ് അല്ലാഹു. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലൂ അലൈഹിം ആയാതിഹി ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين.
തങ്ങളിൽ നിന്നു തന്നെയുള്ള ഒരു ദൂതനെ നിയോഗിച്ചതിലൂടെ സത്യവിശ്വാസികളെ അല്ലാഹു അതിയായി അനുഗ്രഹിച്ചിരിക്കുന്നു. അദ്ദേഹം അവരെ അല്ലാഹുവിന്റെ വചനങ്ങൾ ഓതിക്കേൾപ്പിക്കുന്നു, അവരെ സംസ്കരിച്ചെടുക്കുന്നു. അല്ലാഹുവിന്റെ ഗ്രന്ഥവും യുക്തിജ്ഞാനവും പഠിപ്പിക്കുന്നു. അവരോ അതിനു മുമ്പ് വ്യക്തമായ വഴികേടിലായിരുന്നു. അവലമ്മാ അസാബത്കും മുസീബത്തുൻ ഖദ് അസബ്തും മിസ്ലൈഹാ ഖുൽതും അന്നാ ഹാദാ ഖുൽ ഹുവ മിൻ ഇൻദി അൻഫുസികും ഇന്നല്ലാഹ അലാ കുല്ലി ശൈഇൻ ഖദീർ. നിങ്ങളെ ഒരു വിപത്ത് ബാധിച്ചപ്പോഴേക്കും ഇതെങ്ങനെ സംഭവിച്ചുവെന്ന് നിങ്ങൾ ചോദിക്കുന്നു. എന്നാൽ ഇതിന്റെ ഇരട്ടി നിങ്ങൾ ശത്രുക്കൾ കേൾപ്പിച്ചിട്ടുണ്ട്. പറയുക, ഇത് നിങ്ങളുടെ ഭാഗത്തുനിന്നു തന്നെ സംഭവിച്ചതാണ്. തീർച്ചയായും അല്ലാഹു എല്ലാ കാര്യത്തിനും കഴിവുറ്റവനാണ്. وما أصابكم يوم التقى الجمعان فبإذن الله وليعلم المؤمنين. രണ്ടു വിഭാഗം ഏറ്റുമുട്ടിയ ദിവസം നിങ്ങളെ ബാധിച്ച വിപത്ത് ദൈവഹിതമനുസരിച്ചു തന്നെയാണ്. നിങ്ങളിലെ യഥാർത്ഥ വിശ്വാസികളാരെന്ന് വേർതിരിച്ചറിയാൻ വേണ്ടിയാണത്. وَلِيَعْلَمَ الَّذِينَ نَافَقُوا وَقِيلَ لَهُمْ تَعَالَوْا قَاتِلُوا فِي سَبِيلِ اللَّهِ أَوِ ادْفَعُوا قَالُوا لَوْ نَعْلَمُ قِتَالًا لَاتَّبَعْنَاكُمْ هُمْ لِلْكُفْرِ يَوْمَئِذٍ أَقْرَبُ مِنْهُمْ لِلْإِيمَانِ يقولون بأفواههم ما ليس في قلوبهم والله أعلم بما يكتمون. കപടവിശ്വാസികളാരെന്ന് വ്യക്തമാക്കാനും നിങ്ങൾ വരൂ, അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യൂ, അല്ലെങ്കിൽ ചെറുത്തുനിൽക്കുകയെങ്കിലും ചെയ്യൂ എന്ന് കൽപ്പിച്ചപ്പോൾ അവർ പറഞ്ഞു, യുദ്ധമുണ്ടാകുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളും നിങ്ങളെ പിന്തുടരുമായിരുന്നു. അന്ന് അവർക്ക് സത്യവിശ്വാസത്തെക്കാൾ അടുപ്പം സത്യനിഷേധത്തോടായിരുന്നു. അവരുടെ മനസ്സിലില്ലാത്തതാണ് നാവുകൊണ്ടവർ പറയുന്നത്. അവർ മറച്ചുവെക്കുന്നതൊക്കെയും നന്നായി അറിയുന്നവനാണ് അല്ലാഹു. الذين قالوا لإخوانهم وقعدوا لو أطاعونا ما قتلوا قل فادرءوا عن أنفسكم الموت إن كنتم صادقين. വെറുതെയിരിക്കുകയും എന്നിട്ട് തങ്ങളുടെ സഹോദരങ്ങളെപ്പറ്റി ഞങ്ങൾ പറഞ്ഞതനുസരിച്ചിരുന്നെങ്കിൽ അവർ വധിക്കപ്പെടുമായിരുന്നില്ല എന്ന് പറഞ്ഞവരുമാണവർ. പറയുക, എങ്കിൽ നിങ്ങൾ നിങ്ങളിൽ നിന്ന് മരണത്തെ തട്ടിമാറ്റുക, നിങ്ങൾ സത്യസന്ധരെങ്കിൽ. ولا تحسبن الذين قتلوا في سبيل الله أمواتا بل أحياء عند ربهم يرزقون. അല്ലാഹുവിന്റെ മാർഗത്തിൽ വധിക്കപ്പെട്ടവർ മരിച്ചുപോയവരാണെന്ന് കരുതരുത്. സത്യത്തിൽ അവർ തങ്ങളുടെ നാഥന്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവരാണ്. അവർക്ക് ജീവിത വിഭവം നിർലോഭം ലഭിച്ചുകൊണ്ടിരിക്കും. فرحين بما آتاهم الله من فضله ويستبشرون بالذين لم يلحقوا بهم من خلفهم ألا خوف عليهم ولا هم يحزنون. അല്ലാഹു അവർക്കു നൽകിയ അനുഗ്രഹത്തിൽ അവർ സന്തുഷ്ടരാണ്. തങ്ങളുടെ പിന്നിലുള്ളവരും തങ്ങളോടൊപ്പം വന്നെത്തിയിട്ടില്ലാത്തവരുമായ വിശ്വാസികളുടെ കാര്യത്തിലും അവർ സംതൃപ്തരാണ്. അവർക്ക് ഒന്നും പേടിക്കാനോ ദുഃഖിക്കാനോ ഇല്ലെന്നതിനാലാണിത്.
يستبشرون بنعمة من الله وفضل وأن الله لا يضيع أجر المؤمنين. അല്ലാഹുവിന്റെ അനുഗ്രഹവും ഔദാര്യവും കാരണം അവർ ആഹ്ലാദഭരിതരാണ്. സത്യവിശ്വാസികൾക്കുള്ള പ്രതിഫലം അല്ലാഹു തീരെ പാഴാക്കുകയില്ലെന്നതിലും. الذين استجابوا لله والرسول من بعد ما أصابهم القرح للذين أحسنوا منهم واتقوا أجر عظيم. പോരാട്ടത്തിൽ പരിക്കുപറ്റിയ ശേഷവും അല്ലാഹുവിന്റെയും അവന്റെ ദൂതന്റെയും വിളിക്ക് ഉത്തരം നൽകിയവരുണ്ട്. അവരിൽ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്തവർക്ക് അതിമഹത്തായ പ്രതിഫലമുണ്ട്. الذين قال لهم الناس إن الناس قد جمعوا لكم فاخشوهم فزادهم إيمانا وقالوا حسبنا الله ونعم الوكيل. നിങ്ങൾക്കെതിരെ ജനം സംഘടിച്ചിരിക്കുന്നു, അതിനാൽ നിങ്ങൾ അവരെ പേടിക്കണം എന്ന് ജനങ്ങൾ അവരോട് പറഞ്ഞപ്പോൾ അതവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കുകയാണുണ്ടായത്. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് അല്ലാഹു മതി, ഭരമേൽപ്പിക്കാൻ ഏറ്റവും അനുയോജ്യൻ അവനാണ്. فانقلبوا بنعمة من الله وفضل لم يمسسهم سوء واتبعوا رضوان الله والله ذو فضل عظيم. അല്ലാഹുവിന്റെ അനുഗ്രഹത്താലും ഔദാര്യത്താലും ബുദ്ധിമുട്ടൊന്നുമുണ്ടാവാതെ അവർ മടങ്ങി അല്ലാഹുവിന്റെ പ്രീതിയെ പിന്തുടർന്ന് മുന്നേറി. അതിമഹത്തായ ഔദാര്യത്തിനുടമയാണ് അല്ലാഹു. ഇന്നമാ ദാലികുമുശ് ശൈത്വാനു യുഖവ്വിഫു ഔലിയാഅഹു ഫലാ തഖാഫൂഹും വഖാഫൂനി ഇൻ കുൻതും മുഅ്മിനീൻ. അത് പിശാചു തന്നെ. അവൻ തന്റെ മിത്രങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതിനാൽ നിങ്ങൾ അവരെ പേടിക്കരുത്, എന്നെ മാത്രം ഭയപ്പെടുക, നിങ്ങൾ സത്യവിശ്വാസികളെങ്കിൽ. ولا يحزنك الذين يسارعون في الكفر إنهم لن يضروا الله شيئا يريد الله ألا يجعل لهم حظا في الآخرة ولهم عذاب عظيم. സത്യനിഷേധത്തിൽ ധൃതിയിൽ മുന്നേറുന്നവർ നിന്നെ ദുഃഖിപ്പിക്കാതിരിക്കട്ടെ. അല്ലാഹുവിന് ഒരു ഉപദ്രവവും വരുത്താൻ അവർക്കാവില്ല. പരലോകത്ത് അവർക്കൊരു വിഹിതവും നൽകാതിരിക്കാൻ അല്ലാഹു ഉദ്ദേശിക്കുന്നു. കൊടിയ ശിക്ഷയാണ് അവർക്കുണ്ടാവുക. ഇന്നല്ലദീന ഇശ്തറൗൽ കുഫ്ര ബിൽ ഈമാനി ലൻ യദുറുല്ലാഹ ശൈഅൻ വലഹും അദാബുൻ അലീം. സത്യവിശ്വാസം വിറ്റ് പകരം സത്യനിഷേധം വാങ്ങിയവർ അല്ലാഹുവിന് ഒരു ദോഷവും വരുത്തുന്നില്ല. അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്. ولا يحسبن الذين كفروا أنما نملي لهم خير لأنفسهم إنما نملي لهم ليزدادوا إثما ولهم عذاب مهين. സത്യനിഷേധികൾക്ക് നാം സമയം നീട്ടിക്കൊടുക്കുന്നത് തങ്ങൾക്ക് ഗുണകരമാണെന്ന് അവരൊരിക്കലും കരുതേണ്ടതില്ല. അവർ തങ്ങളുടെ കുറ്റം പെരുപ്പിക്കാൻ മാത്രമാണ് നാം അവർക്ക് സമയം നീട്ടിക്കൊടുക്കുന്നത്. ഏറ്റവും നിന്ദ്യമായ ശിക്ഷയാണ് അവർക്കുണ്ടാവുക. മാ കാന അല്ലാഹു ലിയദറൽ മുഅ്മിനീന അലാ മാ അൻതും
بعضكم عليه حتى يميز الخبيث من الطيب وما كان الله ليطلعكم على الغيب ولكن الله يجتبي من رسله من يشاء فآمنوا بالله ورسله وإن تؤمنوا وتتقوا فلكم أجر عظيم. സത്യവിശ്വാസികളെ, നിങ്ങൾ ഇന്നുള്ള അവസ്ഥയിൽ നിലകൊള്ളാൻ അല്ലാഹു അനുവദിക്കുകയില്ല. നല്ലതിൽ നിന്ന് തീയതിനെ വേർതിരിച്ചെടുക്കാതെ അഭൗതിക കാര്യങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് വെളിപ്പെടുത്തിത്തരില്ല. എന്നാൽ അല്ലാഹു അവന്റെ ദൂതന്മാരിൽ നിന്ന് അവൻ ഇച്ഛിക്കുന്നവരെ തിരഞ്ഞെടുക്കുന്നു. അതിനാൽ നിങ്ങൾ അല്ലാഹുവിലും അവന്റെ പ്രവാചകന്മാരിലും വിശ്വസിക്കുകയും ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കുകയുമാണെങ്കിൽ നിങ്ങൾക്ക് മഹത്തായ പ്രതിഫലമുണ്ട്. ولا يحسبن الذين يبخلون بما آتاهم الله من فضله هو خيرا لهم بل هو شر لهم سيطوقون ما بخلوا به يوم القيامة ولله ميراث السماوات والأرض والله بما تعملون خبير. അല്ലാഹു തന്റെ അനുഗ്രഹമായി നൽകിയ സമ്പത്തിൽ പിശുക്കു കാണിക്കുന്നവർ തങ്ങൾക്കത് ഗുണകരമാണെന്ന് ഒരിക്കലും കരുതരുത്. അതവർക്ക് ഹാനികരമാണ്. ഉയിർത്തെഴുന്നേൽപ്പ് നാളിൽ അവർ പിശുക്കു കാണിച്ചുണ്ടാക്കിയ ധനത്താൽ അവരുടെ കണ്ഠങ്ങളിൽ വളയമണിയിക്കപ്പെടും. ആകാശഭൂമികളുടെ അന്തിമമായ അവകാശം അല്ലാഹുവിനാണ്. നിങ്ങൾ ചെയ്യുന്നതെല്ലാം നന്നായി അറിയുന്നവനാണ് അല്ലാഹു. لقد سمع الله قول الذين قالوا إن الله فقير ونحن أغنياء سنكتب ما قالوا وقتلهم الأنبياء بغير حق ونقول ذوقوا عذاب الحريق. അല്ലാഹു ദരിദ്രനും തങ്ങൾ ധനികരുമാണെന്ന് പറഞ്ഞവരുടെ വാക്ക് അല്ലാഹു കേട്ടിരിക്കുന്നു. അവർ അങ്ങനെ പറഞ്ഞതും അന്യായമായി പ്രവാചകന്മാരെ കൊന്നതും നാം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. നാം അവരോട് പറയും, കത്തിയെരിയും നരകത്തീ അനുഭവിച്ചുകൊള്ളുക. ذلك بما قدمت أيديكم وأن الله ليس بظلام للعبيد. ഇത് നിങ്ങളുടെ കൈകൾ നേരത്തെ ചെയ്തു വച്ചതാണ്. തീർച്ചയായും അല്ലാഹു തന്റെ അടിമകളോട് അനീതി കാണിക്കുന്നവനല്ലല്ലോ. الذين قالوا إن الله عهد إلينا ألا نؤمن لرسول حتى يأتينا بقربان تأكله النار قل قد جاءكم رسل من قبلي بالبينات وبالذي قلتم فلم قتلتموهم إن كنتم صادقين. ഞങ്ങളുടെ മുന്നിൽ വച്ച് ഒരു ബലി നടത്തി അതിനെ തീ വന്നു തിന്നും വരെ ഒരു ദൈവദൂതനിലും വിശ്വസിക്കേണ്ടതില്ലെന്ന് അല്ലാഹു ഞങ്ങളോട് കരാർ ചെയ്തിരിക്കുന്നുവെന്ന് വാദിക്കുന്നവരോട് പറയുക. വ്യക്തമായ തെളിവുകളോടെയും നിങ്ങൾ പറഞ്ഞതൊക്കെ ചെയ്തു കാണിച്ചും ദൈവദൂതന്മാർ എനിക്ക് മുമ്പ് നിങ്ങളുടെ അടുത്ത് വന്നിരുന്നുവല്ലോ. എന്നിട്ടും നിങ്ങൾ അവരെ കൊന്നതെന്തിന്? നിങ്ങൾ സത്യവാദികളെങ്കിൽ. فإن كذبوك فقد كذب رسل من قبلك جاءوا بالبينات والزبر والكتاب المنير. അതിനാൽ നിന്നെ അവർ കളവാക്കുന്നുവെങ്കിൽ നിനക്കു മുമ്പും നിരവധി ദൈവദൂതന്മാരെ അവർ കളവാക്കിയിട്ടുണ്ട്. അവരൊക്കെയും വ്യക്തമായ തെളിവുകളും ഏടുകളും പ്രകാശം പരത്തുന്ന വേദപുസ്തകവുമായി വന്നവരായിരുന്നു.
كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. എല്ലാ മനുഷ്യരും മരണം രുചിക്കുന്നവരാണ്. നിങ്ങളുടെ കർമ്മഫലമെല്ലാം ഉയിർത്തെഴുന്നേൽപ്പ് നാളിൽ മാത്രമാണ് പൂർണ്ണമായും നിങ്ങൾക്ക് നൽകുക. അപ്പോൾ നരകത്തീയിൽ നിന്നകറ്റപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നവനാണ് വിജയം വരിച്ചവൻ. ഐഹിക ജീവിതം ചതിക്കുന്ന ചരക്കല്ലാതൊന്നുമല്ല. ലതുബ്ലവുന്ന ഫീ അംവാലികും വഅൻഫുസികും വലതസ്മഉന്ന മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും വമിനല്ലദീന അശ്റകൂ അദൻ കസീറാ وَإِن تَصْبِرُوا وَتَتَّقُوا فَإِنَّ ذَلِكَ مِنْ عَزْمِ الْأُمُورِ. തീർച്ചയായും നിങ്ങളുടെ സമ്പത്തിലും ശരീരത്തിലും നിങ്ങൾ പരീക്ഷണ വിധേയരാകും. നിങ്ങൾക്ക് മുമ്പേ വേദം ലഭിച്ചവരിൽ നിന്നും ബഹുദൈവ വിശ്വാസികളിൽ നിന്നും നിങ്ങൾ ധാരാളം ചീത്തവാക്കുകൾ കേൾക്കേണ്ടിവരും. അപ്പോഴൊക്കെ നിങ്ങൾ ക്ഷമ പാലിക്കുകയും സൂക്ഷ്മത പുലർത്തുകയുമാണെങ്കിൽ തീർച്ചയായും അത് നിശ്ചയദാർഢ്യമുള്ള കാര്യം തന്നെ. وَإِذْ أَخَذَ اللَّهُ مِيثَاقَ الَّذِينَ أُوتُوا الْكِتَابَ لَتُبَيِّنُنَّهُ لِلنَّاسِ وَلَا تَكْتُمُونَهُ فَنَبَذُوهُ وَرَاءَ ظُهُورِهِمْ وَاشْتَرَوْا بِهِ ثَمَنًا قَلِيلًا فَبِئْسَ مَا يَشْتَرُونَ. ഓർക്കുക, വേദം കിട്ടിയവരോട് നിങ്ങളത് ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കുമെന്നും നിങ്ങളത് ഒളിപ്പിച്ചു വെക്കുകയില്ലെന്നും അല്ലാഹു ഉറപ്പ് വാങ്ങിയിരുന്നു. എന്നിട്ടും അവരത് തങ്ങളുടെ പിറകിലേക്ക് വലിച്ചെറിഞ്ഞു. നിസ്സാരമായ വിലയ്ക്ക് അത് വിൽക്കുകയും ചെയ്തു. അവർ പകരം വാങ്ങുന്നത് വളരെ ചീത്ത തന്നെ. لا تحسبن الذين يفرحون بما أتوا ويحبون أن يحمدوا بما لم يفعلوا فلا تحسبنهم بمفازة من العذاب ولهم عذاب أليم. സ്വന്തം ചെയ്തികളിൽ ഊറ്റം കൊള്ളുകയും ചെയ്യാത്ത കാര്യങ്ങളുടെ പേരിൽ പ്രശംസ ആഗ്രഹിക്കുകയും ചെയ്യുന്നവർ ശിക്ഷയിൽ നിന്നൊഴിവാകുമെന്ന് നീ കരുതരുത്. അവർക്കാണ് വേദനയേറിയ ശിക്ഷയുള്ളത്. വലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർദ് വല്ലാഹു അലാ കുല്ലി ശൈഇൻ ഖദീർ. ആകാശഭൂമികളുടെ ആധിപത്യം അല്ലാഹുവിനാണ്. അല്ലാഹു എല്ലാ കാര്യത്തിനും കഴിവുറ്റവൻ തന്നെ. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ്. ആകാശഭൂമികളുടെ സൃഷ്ടിയിലും രാപ്പകലുകൾ മാറി മാറി വരുന്നതിലും ബുദ്ധിയുള്ളവർക്ക് ധാരാളം തെളിവുകളുണ്ട്. الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. നിന്നും ഇരുന്നും കിടന്നും അല്ലാഹുവെ സ്മരിക്കുന്നവരാണവർ. ആകാശഭൂമികളുടെ സൃഷ്ടിയെപ്പറ്റി ചിന്തിക്കുന്നവരും
അവർ സ്വയം പറയും, ഞങ്ങളുടെ നാഥ, നീ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല, നീ എത്ര പരിശുദ്ധൻ. അതിനാൽ നീ ഞങ്ങളെ നരകത്തീയിൽ നിന്ന് കാത്തുരക്ഷിക്കണമേ. റബ്ബനാ ഇന്നക മൻ തുദ്ഖിലിൻ നാറ ഫഖദ് അഖ്സൈതഹു വമാ ലിസ്സാലിമീന മിൻ അൻസാർ. ഞങ്ങളുടെ നാഥ, നീ ആരെയെങ്കിലും നരകത്തിൽ പ്രവേശിപ്പിച്ചാൽ അവനെ നീ നിന്ദിച്ചതു തന്നെ. അക്രമികൾക്ക് സഹായികളായി ആരുമുണ്ടാവുകയില്ല. റബ്ബനാ ഇന്നനാ സമിഅ്നാ മുനാദിയൻ യുനാദി ലിൽ ഈമാനി അൻ ആമിനൂ ബിറബ്ബികും ഫആമന്നാ ربنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. ഞങ്ങളുടെ നാഥ, സത്യവിശ്വാസത്തിലേക്ക് ക്ഷണിക്കുന്ന ഒരു വിളിയാളൻ നിങ്ങൾ നിങ്ങളുടെ നാഥനിൽ വിശ്വസിക്കുവിൻ എന്ന് വിളംബരം ചെയ്യുന്നത് ഞങ്ങൾ കേട്ടു. അങ്ങനെ ഞങ്ങൾ വിശ്വസിച്ചു. ഞങ്ങളുടെ നാഥ, അതിനാൽ ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തരേണമേ. ഞങ്ങളുടെ തിന്മകളെ മായ്ച്ചു കളയുകയും സൽക്കർമ്മികളോടൊപ്പം ഞങ്ങളെ നീ മരിപ്പിക്കുകയും ചെയ്യണമേ. ربنا وآتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد. ഞങ്ങളുടെ നാഥ, നിന്റെ ദൂതന്മാരിലൂടെ നീ ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തതൊക്കെയും ഞങ്ങൾക്ക് നൽകണമേ. ഉയിർത്തെഴുന്നേൽപ്പ് നാളിൽ ഞങ്ങളെ നീ നിന്ദിക്കരുതേ. നിശ്ചയമായും നീ വാഗ്ദാനം ലംഘിക്കുകയില്ല. فاستجاب لهم ربهم أني لا أضيع عمل عامل منكم من ذكر أو أنثى بعضكم من بعض فالذين هاجروا وأخرجوا من ديارهم وأوذوا في سبيلي وقاتلوا وقتلوا لأكفرن عنهم سيئاتهم ولأدخلنهم جنات تجري من تحتها الأنهار ثوابا من عند الله والله عنده حسن الثواب. അപ്പോൾ അവരുടെ നാഥൻ അവർക്കുത്തരമേകി, പുരുഷനായാലും സ്ത്രീയായാലും നിങ്ങളിൽ ആരുടെയും പ്രവർത്തനത്തെ ഞാൻ പാഴാക്കുകയില്ല. നിങ്ങളിൽ ഒരു വിഭാഗം മറുവിഭാഗത്തിൽ നിന്നുണ്ടായവരാണ്. അതിനാൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ തങ്ങളുടെ നാട് വെടിഞ്ഞവർ, സ്വന്തം വീടുകളിൽ നിന്ന് പുറന്തള്ളപ്പെട്ടവർ, എന്റെ മാർഗത്തിൽ പീഡിപ്പിക്കപ്പെട്ടവർ, യുദ്ധത്തിലേർപ്പെടുകയും വധിക്കപ്പെടുകയും ചെയ്തവർ, എല്ലാവരുടെയും തിന്മകളെ നാം മായ്ച്ചില്ലാതാക്കും. തീർച്ച താഴ്ഭാഗത്തൂടെ അരുവികളൊഴുകുന്ന സ്വർഗീയാരാമങ്ങളിൽ നാം അവരെ പ്രവേശിപ്പിക്കും. ഇതൊക്കെയും അല്ലാഹുവിങ്കൽ നിന്നുള്ള പ്രതിഫലമാണ്. അല്ലാഹുവിന്റെ അടുത്ത് മാത്രമാണ് ഉത്തമമായ പ്രതിഫലമുള്ളത്. لا يغرنك تقلب الذين كفروا في البلاد. നാടെങ്ങുമുള്ള സത്യനിഷേധികളുടെ വിളയാട്ടം നിന്നെ വഞ്ചിക്കാതിരിക്കട്ടെ. متاع قليل ثم مأواهم جهنم وبئس المهاد. അത് തുച്ഛമായ സുഖാസ്വാദനം മാത്രം. പിന്നെ അവർ ചെന്നെത്തുന്ന താവളം നരകമാണ്. അതെത്ര ചീത്ത സങ്കേതം. لكن الذين اتقوا ربهم لهم جنات تجري من
تحتها الأنهار خالدين فيها نزلا من عند الله وما عند الله خير للأبرار. എന്നാൽ തങ്ങളുടെ നാഥനെ സൂക്ഷിച്ചു ജീവിക്കുന്നവർക്ക് താഴ്ഭാഗത്തൂടെ നദികളൊഴുകുന്ന സ്വർഗീയാരാമങ്ങളുണ്ട്. അവരവിടെ സ്ഥിരവാസികളായിരിക്കും. അല്ലാഹുവിങ്കൽ നിന്നുള്ള സൽക്കാരമാണത്. അല്ലാഹുവിങ്കൽ നിന്നുള്ളതാണ് സജ്ജനങ്ങൾക്ക് ഏറ്റവും ഉത്തമം. وَإِنَّ مِنْ أَهْلِ الْكِتَابِ لَمَنْ يُؤْمِنُ بِاللَّهِ وَمَا أُنْزِلَ إِلَيْكُمْ وَمَا أُنْزِلَ إِلَيْهِمْ خاشعين لله لا يشترون بآيات الله ثمنا قليلا أولئك لهم أجرهم عند ربهم إن الله سريع الحساب. വേദക്കാരിൽ ഒരു വിഭാഗമുണ്ട്. അല്ലാഹുവിലും നിങ്ങൾക്കവതീർണമായ വേദത്തിലും അവർക്കവതീർണമായ വേദത്തിലും വിശ്വസിക്കുന്നവരാണവർ. അല്ലാഹുവോട് ഭയഭക്തിയുള്ളവരുമാണ്. നിസ്സാര വിലയ്ക്ക് അവർ അല്ലാഹുവിന്റെ വചനങ്ങൾ വിൽക്കുകയില്ല. അവർക്കാണ് തങ്ങളുടെ നാഥന്റെ അടുക്കൽ മഹത്തായ പ്രതിഫലമുള്ളത്. തീർച്ചയായും അല്ലാഹു അതിവേഗം കണക്കു നോക്കുന്നവനാണ്. يا أيها الذين آمنوا اصبروا وصابروا واتقوا الله لعلكم تفلحون. വിശ്വസിച്ചവരെ, നിങ്ങൾ ക്ഷമിക്കുക, അസത്യവാദികൾക്കെതിരെ സ്ഥൈര്യമുള്ളവരാവുക, സത്യസേവനത്തിന് സന്നദ്ധരാവുക, അല്ലാഹുവോട് ഭക്തിയുള്ളവരാവുക, നിങ്ങൾ വിജയിച്ചേക്കാം. അധ്യായം 4 അന്നിസാ. അവതരണം മദീനയിൽ. സൂക്തങ്ങൾ 176. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും ദയാപരനുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. യാ അയ്യുഹന്നാസു ഇത്തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദത്തിൻ وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. ജനങ്ങളെ, നിങ്ങളുടെ നാഥനെ സൂക്ഷിക്കുക. ഒരൊറ്റ സത്തയിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചവനാണവൻ. അതിൽ നിന്നു തന്നെ അതിന്റെ ഇണയെ സൃഷ്ടിച്ചു. അവ രണ്ടിൽ നിന്നുമായി ധാരാളം പുരുഷന്മാരെയും സ്ത്രീകളെയും അവൻ വ്യാപിപ്പിച്ചു. ഏതൊരു അല്ലാഹുവിന്റെ പേരിലാണോ നിങ്ങൾ അന്യോന്യം അവകാശങ്ങൾ ചോദിക്കുന്നത്, അവനെ സൂക്ഷിക്കുക, കുടുംബബന്ധങ്ങളെയും. തീർച്ചയായും അല്ലാഹു നിങ്ങളെ സദാ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നവനാണ്. وآتوا اليتامى أموالهم ولا تتبدلوا الخبيث بالطيب ولا تأكلوا أموالهم إلى أموالكم إنه كان حوبا كبيرا. അനാഥകളുടെ സ്വത്ത് നിങ്ങൾ അവർക്ക് വിട്ടുകൊടുക്കുക. നല്ല സമ്പത്തിനെ ചീത്തയാക്കി മാറ്റരുത്. അവരുടെ സ്വത്തും നിങ്ങളുടെ സ്വത്തും കൂട്ടിക്കലർത്തി തിന്നരുത്. സംശയം വേണ്ട, കൊടും പാപമാണത്. وَإِنْ خِفْتُمْ أَلَّا تُقْسِطُوا فِي الْيَتَامَى فَانكِحُوا مَا طَابَ لَكُم مِّنَ النِّسَاءِ
فانكحوا ما طاب لكم من النساء مثنى وثلاث ورباع فإن خفتم ألا تعدلوا فواحدة أو ما ملكت أيمانكم ذلك أدنى ألا تعولوا. അനാഥകളുടെ കാര്യത്തിൽ നീതി പാലിക്കാനാവില്ലെന്ന് നിങ്ങൾ ആശങ്കിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കിഷ്ടപ്പെട്ട സ്ത്രീകളിൽ നിന്ന് 2, 3, 4 പേരെ വിവാഹം ചെയ്യുക. എന്നാൽ അവർക്കിടയിൽ നീതി പാലിക്കാനാവില്ലെന്ന് ആശങ്കിക്കുന്നുവെങ്കിൽ ഒരൊറ്റ സ്ത്രീയെ മാത്രമേ വിവാഹം ചെയ്യാവൂ. അല്ലെങ്കിൽ നിങ്ങളുടെ അധീനതയിലുള്ളവരെ ഭാര്യമാരാക്കുക. നിങ്ങൾ പരിധി ലംഘിക്കുന്നവരാവാതിരിക്കാൻ അതാണ് ഏറ്റവും നല്ലത്. وآتوا النساء صدقاتهن نحلة فإن طبن لكم عن شيء منه نفسا فكلوه هنيئا مريئا. സ്ത്രീകൾക്ക് അവരുടെ മഹർ തികഞ്ഞ തൃപ്തിയോടെ നൽകുക. അതിൽ നിന്നെന്തെങ്കിലും അവർ നല്ല മനസ്സോടെ വിട്ടുതരികയാണെങ്കിൽ നിങ്ങളത് സന്തോഷത്തോടെ സുഖമായി തിന്നുകൊള്ളുക. ولا تؤتوا السفهاء أموالكم التي جعل الله لكم قياما وارزقوهم فيها واكسوهم وقولوا لهم قولا معروفا. അല്ലാഹു നിങ്ങളുടെ നിലനിൽപ്പിന് ആധാരമായി നിശ്ചയിച്ച സമ്പത്ത് കാര്യവിചാരമില്ലാത്തവർക്ക് നിങ്ങൾ കൈവിട്ടുകൊടുക്കരുത്. എന്നാൽ അതിൽ നിന്ന് അവർക്ക് നിങ്ങൾ ഉണ്ണാനും ഉടുക്കാനും കൊടുക്കുക. അവരോട് നല്ല വാക്കു പറയുകയും ചെയ്യുക. وابتلوا اليتامى حتى إذا بلغوا النكاح فإن آنستم منهم رشدا فادفعوا إليهم أموالهم ولا تأكلوها إسرافا وبدارا أن يكبروا ومن كان غنيا فليستعفف ومن كان فقيرا فليأكل بالمعروف فإذا دفعتم إليهم أموالهم فأشهدوا عليهم وكفى بالله حسيبا. വിവാഹപ്രായമാകും വരെ അനാഥകളെ അവർ പക്വത പ്രാപിച്ചോ എന്ന് നിങ്ങൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ അവർ കാര്യപ്രാപ്തി കൈവരിച്ചതായി കണ്ടാൽ അവരുടെ സ്വത്ത് അവർക്ക് വിട്ടുകൊടുക്കുക. അവർ വളർന്നു വലുതാവുകയാണല്ലോ എന്ന് കരുതി അവരുടെ ധനം ധൂർത്തടിച്ച് ധൃതിയിൽ തിന്നു തീർക്കരുത്. സ്വത്ത് കൈകാര്യം ചെയ്യുന്നവൻ സമ്പന്നനാണെങ്കിൽ അനാഥകളുടെ സ്വത്തിൽ നിന്ന് ഒന്നും എടുക്കാതെ മാന്യത കാണിക്കണം. ദരിദ്രനാണെങ്കിൽ ന്യായമായതെടുത്ത് ആഹരിക്കാവുന്നതാണ്. സ്വത്ത് അവരെ തിരിച്ചേൽപ്പിക്കുമ്പോൾ നിങ്ങളതിന് സാക്ഷി നിർത്തണം. കണക്കു നോക്കാൻ അല്ലാഹു തന്നെ മതി. للرجال نصيب مما ترك الوالدان والأقربون وللنساء نصيب مما ترك الوالدان والأقربون وللنساء نصيب مما ترك الوالدان والأقربون مما قل منه أو كثر نصيبا مفروضا. മാതാപിതാക്കളും ഉറ്റബന്ധുക്കളും വിട്ടേച്ചുപോയ സ്വത്തിൽ പുരുഷന്മാർക്ക് വിഹിതമുണ്ട്. മാതാപിതാക്കളും ഉറ്റബന്ധുക്കളും വിട്ടേച്ചുപോയ സ്വത്തിൽ സ്ത്രീകൾക്കും വിഹിതമുണ്ട്. സ്വത്ത് കുറവായാലും കൂടുതലായാലും ശരി, ഈ വിഹിതം അല്ലാഹു നിശ്ചയിച്ചതാണ്. وَإِذَا حَضَرَ الْقِسْمَةَ أُولُو الْقُرْبَى وَالْيَتَامَى وَالْمَسَاكِينُ فَارْزُقُوهُم مِّنْهُ وَقُولُوا لَهُمْ قَوْلًا مَّعْرُوفًا. ഓഹരി വയ്ക്കുമ്പോൾ
ബന്ധുക്കളും അനാഥരും ദരിദ്രരും അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് അവർക്കും എന്തെങ്കിലും കൊടുക്കുക. അവരോട് നല്ല വാക്ക് പറയുകയും ചെയ്യുക. وَلْيَخْشَ الَّذِينَ لَوْ تَرَكُوا مِنْ خَلْفِهِمْ ذُرِّيَّةً ضِعَافًا خَافُوا عَلَيْهِمْ فَلْيَتَّقُوا اللَّهَ وَلْيَقُولُوا قَوْلًا سَدِيدًا. തങ്ങൾക്ക് പിറകെ ദുർബലരായ മക്കളെ വിട്ടേച്ചു പോകുന്നവർ അവരെ ഓർത്ത് ആശങ്കിക്കുന്നത് പോലെ മറ്റുള്ളവരുടെ കാര്യത്തിലും അവർ ആശങ്കയുള്ളവരാകട്ടെ. അങ്ങനെ അവർ അല്ലാഹുവെ സൂക്ഷിക്കുകയും നല്ല വാക്ക് പറയുകയും ചെയ്യട്ടെ. ഇന്നല്ലദീന യഅകുലൂന അംവാലൽ യതാമാ ളുൽമൻ ഇന്നമാ യഅകുലൂന ഫീ ബുതൂനിഹിം നാറാ إنما يأكلون في بطونهم نارا وسيصلون سعيرا. അനാഥകളുടെ ധനം അന്യായമായി ആഹരിക്കുന്നവർ അവരുടെ വയറുകളിൽ തിന്നു നിറയ്ക്കുന്നത് തീയാണ്. സംശയം വേണ്ട, അവർ നരകത്തീയിൽ കത്തിയെരിയും. يوصيكم الله في أولادكم للذكر مثل حظ الأنثيين فإن كن نساء فوق 2 فلهن ثلثا ما ترك وإن كانت واحدة فلها النصف ولأبويه لكل واحد منهما السدس مما ترك إن كان له ولد فإن لم يكن له ولد وورثه أبواه فلأمه الثلث فإن كان له إخوة فلأمه السدس من بعد وصية يوصي بها أو دين. آباؤكم وأبناؤكم لا تدرون أيهم أقرب لكم نفعا فريضة من الله إن الله كان عليما حكيما. നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ അല്ലാഹു നിങ്ങളെ ഉപദേശിക്കുന്നു. പുരുഷന് 2 സ്ത്രീയുടെ വിഹിതത്തിന് തുല്യമായതുണ്ട്. അഥവാ 2-ലേറെ പെൺമക്കൾ മാത്രമാണുള്ളതെങ്കിൽ മരിച്ചയാൾ വിട്ടേച്ചുപോയ സ്വത്തിന്റെ 3/2 ഭാഗമാണ് അവർക്കുണ്ടാവുക. ഒരു മകൾ മാത്രമാണെങ്കിൽ അവൾക്ക് പാതി ലഭിക്കും. മരിച്ചയാൾക്ക് മക്കളുണ്ടെങ്കിൽ മാതാപിതാക്കളിൽ ഓരോരുത്തർക്കും അയാൾ വിട്ടേച്ചുപോയ സ്വത്തിന്റെ 1/6 വീതമാണുണ്ടാവുക. അഥവാ അയാൾക്ക് മക്കളില്ലാതെ മാതാപിതാക്കൾ അനന്തരാവകാശികളാവുകയാണെങ്കിൽ മാതാവിന് 1/3 അയാൾക്ക് സഹോദരങ്ങളുണ്ടെങ്കിൽ മാതാവിന് 1/6 ഇതെല്ലാം മരണമടഞ്ഞയാളുടെ വസിയത്തും കടവും കഴിച്ചുള്ളവയുടെ കാര്യത്തിലാണ്. മാതാപിതാക്കളാണോ മക്കളാണോ നിങ്ങൾക്ക് കൂടുതൽ ഉപകരിക്കുക എന്ന് നിങ്ങൾക്കറിയില്ല. ഈ ഓഹരി നിർണയം അല്ലാഹുവിൽ നിന്നുള്ളതാണ്. അല്ലാഹു എല്ലാം അറിയുന്നവനും തികഞ്ഞ യുക്തിമാനുമത്രേ. ولكم نصف ما ترك أزواجكم إن لم يكن لهن ولد فإن كان لهن ولد فلكم الربع مما تركن من بعد وصية يوصين بها أو دين ولهن الربع مما تركتم إن لم يكن لكم ولد فإن كان لكم ولد فلهن الثمن مما تركتم من بعد وصية توصون بها أو دين
وإن كان رجل يورث كلالة أو امرأة وله أخ أو أخت فلكل واحد منهما السدس فإن كانوا أكثر من ذلك فهم شركاء في الثلث من بعد وصية يوصى بها أو دين غير مضار وصية من الله والله عليم حليم. നിങ്ങളുടെ ഭാര്യമാർ മക്കളില്ലാതെയാണ് മരിക്കുന്നതെങ്കിൽ അവർ വിട്ടേച്ചു പോയ സ്വത്തിന്റെ പാതി നിങ്ങൾക്കുള്ളതാണ്. അഥവാ അവർക്ക് മക്കളുണ്ടെങ്കിൽ അവർ വിട്ടേച്ചു പോയതിന്റെ 4/1 നിങ്ങൾക്കുണ്ടാവുക. ഇത് അവർ ചെയ്യുന്ന വസിയത്തും കടവും കഴിച്ചുള്ളതിൽ നിന്നാണ്. നിങ്ങൾക്ക് മക്കളില്ലെങ്കിൽ നിങ്ങൾ വിട്ടേച്ചു പോകുന്ന സ്വത്തിന്റെ 4/1 ഭാര്യമാർക്കുള്ളതാണ്. അഥവാ നിങ്ങൾക്ക് മക്കളുണ്ടെങ്കിൽ നിങ്ങൾ വിട്ടേച്ചു പോയതിന്റെ 8/1 അവർക്കുണ്ടാവുക. നിങ്ങൾ നൽകുന്ന വസിയത്തും കടവും കഴിച്ച ശേഷമാണിത്. അനന്തരമെടുക്കപ്പെടുന്ന പുരുഷനോ സ്ത്രീക്കോ പിതാവും മക്കളും പിതാക്കളൊത്ത സഹോദരങ്ങളും ഇല്ലാതിരിക്കുകയും മാതാവൊത്ത സഹോദരനോ സഹോദരിയോ ഉണ്ടാവുകയുമാണെങ്കിൽ അവരിൽ ഓരോരുത്തർക്കും 6/1 വീതം ലഭിക്കുന്നതാണ്. അഥവാ അവർ 1 കൂടുതൽ പേരുണ്ടെങ്കിൽ 3/1 അവർ സമാവകാശികളായിരിക്കും. ദ്രോഹകരമല്ലാത്ത വസിയത്തോ കടമോ ഉണ്ടെങ്കിൽ അവ കഴിച്ചാണിത്. ഇതൊക്കെയും അല്ലാഹുവിൽ നിന്നുള്ള ഉപദേശമാണ്. അല്ലാഹു എല്ലാം അറിയുന്നവനും ഏറെ ക്ഷമിക്കുന്നവനുമത്രേ. തിൽക ഹുദൂദുല്ലാഹ് വമൻ യുതിഇല്ലാഹ വറസൂലഹു യുദ്ഖിൽഹു ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ വദാലികൽ ഫൗസുൽ അളീം. ഇവയെല്ലാം അല്ലാഹു നിശ്ചയിച്ച നിയമപരിധികളാണ്. അല്ലാഹുവേയും അവന്റെ ദൂതനെയും അനുസരിക്കുന്നവനെ അല്ലാഹു താഴ്ഭാഗത്തോടെ ആറുകളൊഴുകുന്ന സ്വർഗീയാരാമങ്ങളിൽ പ്രവേശിപ്പിക്കും. അവരതിൽ സ്ഥിരവാസികളായിരിക്കും. അതുതന്നെയാണ് അതിമഹത്തായ വിജയം. ومن يعص الله ورسوله ويتعد حدوده يدخله نارا خالدا فيها وله عذاب مهين. എന്നാൽ അല്ലാഹുവേയും അവന്റെ ദൂതനെയും ധിക്കരിക്കുകയും അവന്റെ പരിധികൾ ലംഘിക്കുകയും ചെയ്യുന്നവനെ അല്ലാഹു നരകത്തീയിലേക്കാണ് തള്ളിവിടുക. അവനതിൽ സ്ഥിരവാസിയായിരിക്കും. വളരെ നിന്ദ്യമായ ശിക്ഷയാണ് അവനുണ്ടാവുക. واللاتي يأتين الفاحشة من نسائكم فاستشهدوا عليهن 4 منكم فإن شهدوا فأمسكوهن في البيوت حتى يتوفاهن الموت أو يجعل الله لهن سبيلا. നിങ്ങളുടെ സ്ത്രീകളിൽ അവിഹിതവൃത്തിയിലേർപ്പെട്ടവർക്കെതിരെ നിങ്ങളിൽ നിന്ന് 4 പേരെ സാക്ഷികളായി കൊണ്ടുവരിക. അവർ സാക്ഷ്യം വഹിച്ചാൽ ആ സ്ത്രീകളെ വീടുകളിൽ തടഞ്ഞുവെക്കുക. അവരെ മരണം പിടികൂടുകയോ അല്ലാഹു അവർക്ക് എന്തെങ്കിലും വഴി തുറന്നു കൊടുക്കുകയോ ചെയ്യും വരെ. واللذان يأتيانها منكم فآذوهما فإن تابا وأصلحا فأعرضوا عنهما إن الله كان توابا رحيما. നിങ്ങളിൽ നിന്ന് ഈ ഹീനവൃത്തിയിലേർപ്പെടുന്ന ഇരുവരെയും നിങ്ങൾ പീഡിപ്പിക്കുക. അവരിരുവരും പശ്ചാത്തപിക്കുകയും സ്വയം നന്നാവുകയും ചെയ്താൽ നിങ്ങൾ അവരെ വെറുതെ വിട്ടേക്കുക. അല്ലാഹു പശ്ചാത്താപം സ്വീകരിക്കുന്നവനും
ദയാപരനുമാകുന്നു. إنما التوبة على الله للذين يعملون السوء بجهالة ثم يتوبون من قريب فأولئك يتوب الله عليهم وكان الله عليما حكيما. അറിയുക, അറിവില്ലായ്മ കാരണം തെറ്റു ചെയ്യുകയും ഒട്ടും വൈകാതെ പശ്ചാത്തപിക്കുകയും ചെയ്യുന്നവർക്കുള്ളതാണ് പശ്ചാത്താപം. അവരുടെ പശ്ചാത്താപം അല്ലാഹു സ്വീകരിക്കും. അല്ലാഹു എല്ലാം അറിയുന്നവനും യുക്തിമാനുമാണ്. وليست التوبة للذين يعملون السيئات حتى إذا حضر أحدهم الموت قال إني تبت الآن ولا الذين يموتون وهم كفار أولئك أعتدنا لهم عذابا أليما. തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയും മരണമടുക്കുമ്പോൾ ഞാനിതാ പശ്ചാത്തപിച്ചിരിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്നവർക്കുള്ളതല്ല പശ്ചാത്താപം. സത്യനിഷേധികളായി മരണമടയുന്നവർക്കുള്ളതുമല്ല. അവർക്കു നാം ഒരുക്കിവെച്ചത് വേദനയേറിയ ശിക്ഷയാണ്. يا أيها الذين آمنوا لا يحل لكم أن ترثوا النساء كرها ولا تعضلوهن لتذهبوا ببعض ما آتيتموهن إلا أن يأتين بفاحشة مبينة وعاشروهن بالمعروف فإن كرهتموهن فعسى أن تكرهوا شيئا ويجعل الله فيه خيرا كثيرا. വിശ്വസിച്ചവരെ, സ്ത്രീകളെ ബലപ്രയോഗത്തിലൂടെ അനന്തരമെടുക്കാൻ നിങ്ങൾക്കനുവാദമില്ല. നിങ്ങൾ അവർക്ക് നൽകിയ വിവാഹമൂല്യത്തിൽ നിന്ന് ഒരു ഭാഗം തട്ടിയെടുക്കാനായി നിങ്ങൾ അവരെ പീഡിപ്പിക്കരുത്. അവർ പ്രകടമായ ദുർനടപ്പിൽ ഏർപ്പെട്ടാലല്ലാതെ അവരോട് മാന്യമായി സഹവസിക്കുക. അഥവാ നിങ്ങൾ അവരെ വെറുക്കുന്നുവെങ്കിൽ അറിയുക, നിങ്ങൾ വെറുക്കുന്ന പലതിലും അല്ലാഹു ധാരാളം നന്മ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാവാം. وَإِنْ أَرَدْتُمُ اسْتِبْدَالَ زَوْجٍ مَكَانَ زَوْجٍ وَآتَيْتُمْ إِحْدَاهُنَّ قِنطَارًا فَلَا تَأْخُذُوا مِنْهُ شَيْئًا أَتَأْخُذُونَهُ بُهْتَانًا وَإِثْمًا مُبِينًا. നിങ്ങൾ ഒരു ഭാര്യയുടെ സ്ഥാനത്ത് മറ്റൊരു ഭാര്യയെ സ്വീകരിക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആദ്യ ഭാര്യയ്ക്ക് സമ്പത്തിന്റെ ഒരു കൂമ്പാരം തന്നെ കൊടുത്തിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് ഒന്നും തന്നെ തിരിച്ചു വാങ്ങരുത്. കള്ളം കെട്ടിച്ചമച്ചും പ്രകടമായ തെറ്റു ചെയ്തും നിങ്ങൾ അത് തിരിച്ചെടുക്കുകയോ? وَكَيْفَ تَأْخُذُونَهُ وَقَدْ أَفْضَىٰ بَعْضُكُمْ إِلَىٰ بَعْضٍ وَأَخَذْنَ مِنكُم مِّيثَاقًا غَلِيظًا. നിങ്ങൾ എങ്ങനെ അവളിൽ നിന്നത് തിരിച്ചു വാങ്ങും? നിങ്ങൾ പരസ്പരം ലയിച്ചു ചേർന്ന് ജീവിക്കുകയും നിങ്ങളിൽ നിന്ന് അവർ കരുത്തുറ്റ കരാർ വാങ്ങുകയും ചെയ്തിരിക്കെ. وَلَا تَنكِحُوا مَا نَكَحَ آبَاؤُكُم مِّنَ النِّسَاءِ إِلَّا مَا قَدْ سَلَفَ إِنَّهُ كَانَ فَاحِشَةً وَمَقْتًا وَسَاءَ سَبِيلًا. നിങ്ങളുടെ പിതാക്കൾ വിവാഹം ചെയ്തിരുന്ന സ്ത്രീകളെ നിങ്ങൾ വിവാഹം കഴിക്കരുത്, മുമ്പ് നടന്നു കഴിഞ്ഞതല്ലാതെ. തീർച്ചയായും അത് മ്ലേച്ഛമാണ്, വെറുക്കപ്പെട്ടതും ദുർമാർഗവുമാണ്.
حرمت عليكم أمهاتكم وبناتكم وأخواتكم وعماتكم وخالاتكم وبنات الأخ وبنات الأخت وأمهاتكم اللاتي أرضعنكم وأخواتكم من الرضاعة وأمهات نسائكم وربائبكم اللاتي في حجوركم من نسائكم اللاتي دخلتم بهن فإن لم تكونوا دخلتم بهن فلا جناح عليكم وحلائل أبنائكم الذين من أصلابكم وأن تجمعوا بين الأختين إلا ما قد سلف إن الله كان غفورا رحيما. നിങ്ങളുടെ മാതാക്കൾ, പുത്രിമാർ, സഹോദരിമാർ, പിതൃസഹോദരിമാർ, മാതൃസഹോദരിമാർ, സഹോദരപുത്രിമാർ, സഹോദരീപുത്രിമാർ, നിങ്ങളെ മുലയൂട്ടിയവർ, മുലകുടിബന്ധത്തിലെ സഹോദരിമാർ, നിങ്ങളുടെ ഭാര്യ മാതാക്കൾ എന്നിവരെ വിവാഹം ചെയ്യൽ നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയിരിക്കുന്നു. നിങ്ങൾ ശാരീരിക ബന്ധത്തിലേർപ്പെട്ട നിങ്ങളുടെ ഭാര്യമാരുടെ നിങ്ങളുടെ സംരക്ഷണത്തിലുള്ള വളർത്തുപുത്രിമാരെയും നിങ്ങൾക്ക് വിലക്കിയിരിക്കുന്നു. അഥവാ നിങ്ങൾ അവരുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്കതിൽ തെറ്റില്ല. നിങ്ങളുടെ ബീജത്തിൽ ജനിച്ച പുത്രന്മാരുടെ ഭാര്യമാരെയും നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയിരിക്കുന്നു. 2 സഹോദരിമാരെ ഒരുമിച്ച് ഭാര്യമാരാക്കുന്നതും വിലക്കപ്പെട്ടതുതന്നെ, നേരത്തെ സംഭവിച്ചതൊഴികെ. അല്ലാഹു ഏറെ പൊറുക്കുന്നവനും ദയാപരനുമാകുന്നു.